ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ MPC 5 ബ്ലോക്ക് 5 യൂണിറ്റ് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു ഇന്നലെ ഡിസ്കസ് ചെയ്ത വിഷയം? ഗ്രൗണ്ടഡ് തിയറി ആയിരുന്നു അല്ലേ? ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഗ്രൗണ്ടഡ് തിയറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയും. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഡിസ്കോഴ്സ്, അതിനെ കുറിച്ചുള്ള ചർച്ച. നമ്മുടെ വിഷയം തന്നെ എന്താണ്? റിസർച്ചാണ്. അതന്നെ ഏത്? ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്. അത് നിങ്ങൾ സ്റ്റാറ്റിൽ വിശദമായി പഠിക്കും. ഡിജിറ്റുകൾ, നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ഒരു പഠനം നടത്തുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. എന്നാൽ ക്വാളിറ്റി ബേസിൽ അതിന്റെ വിശേഷണങ്ങളും വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് ഇത് ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ്. സൈക്കോളജിയിൽ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് കംപ്ലീറ്റ് ക്വാളിറ്റേറ്റീവ് റിസർച്ചുകളാണ്. കേസ് സ്റ്റഡി ഉണ്ടായിരുന്നു, എത്നോഗ്രാഫി ഉണ്ടായിരുന്നു, ഗ്രൗണ്ടഡ് തിയറി പറഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസ്കോഴ്സ് അനാലിസിസ് എന്നുള്ളത്. ഇതൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ്. ഇതിൽ ചെറിയൊരു ഭാഗമുണ്ട് കണ്ടന്റ് അനാലിസിസ് എന്ന സാധനം, അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. പക്ഷേ ഈ ഡിസ്കോഴ്സ് അനാലിസിസിൽ വരുന്ന 3-4 കാര്യങ്ങൾ ഇതെല്ലാം ക്വാളിറ്റേറ്റീവ് ആണ്. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഭാഷ. നമ്മൾ ഭാഷ എന്ന് പറഞ്ഞപ്പോൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്, എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ്, നാടകങ്ങളിലും നോവലുകളിലും കവിതകളിലും ഉള്ളത് ഭാഷയാണ്, വാട്സപ്പിലൂടെ വരുന്ന മെസ്സേജുകൾ ഭാഷയാണ്, സോഷ്യൽ മീഡിയയിൽ വരുന്ന ഭാഷയാണ്. അത് ഓരോരുത്തർക്കും നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഓരോരുത്തരുടെ ശൈലിയൊക്കെ വളരെ വൃത്തികെട്ട ഭാഷയിൽ എഴുതുന്നവരുണ്ട്, വളരെ ആകർഷണീയമായ മോട്ടിവേഷൻ രീതിയിൽ ഭയങ്കര വിഷമകരമായ രീതിയിൽ അവതരിപ്പിക്കുന്നവരുണ്ടാവും. എന്തായിരുന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, നമ്മൾ ഉപയോഗിക്കുന്ന സംസാര ശൈലി, അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങൾ ഇങ്ങനെ കൂട്ടിയുണ്ടാകുന്ന ഘടന, ഇതിനൊക്കെ വലിയ സ്വാധീനം ഉണ്ടോ? ഇതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യണം. കണ്ടന്റ് നാരേറ്റീവ്സ് അഥവാ സംസാരിക്കുന്ന വിഷയങ്ങളിലെ കണ്ടന്റ്. സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് ആരാണ്? ഭാഷയാണോ അതല്ല സമൂഹം? അതാണ് ഞങ്ങൾ ചർച്ച. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ 3-ാമത്തെ യൂണിറ്റ് ഡിസ്കോഴ്സ് അനാലിസിസ്, കണ്ടന്റ് നരേറ്റീവ്സ്, ഇതാണ് നമ്മുടെ വിഷയം. എന്താണ് ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ സ്റ്റഡീസ് ലാംഗ്വേജ് ഇൻ യൂസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഷമീം എന്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എന്താണ്? കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്, സ്ക്രീൻ ഷെയർഡ് ആയിട്ടില്ല. ഓ സോറി, സ്ക്രീൻ ഷെയർ ചെയ്തില്ല അല്ലേ? സോറി ട്ടാ. ഓക്കെ, അപ്പൊ അതെന്താ സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്ത് പോയത്? ഇപ്പോഴോ? വന്നിട്ടുണ്ടല്ലേ? സോറി ട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഈ ഡിസ്കോഴ്സ് അനാലിസിസിൽ ചർച്ച ചെയ്യുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയെ കുറിച്ചാണ്. അതായത് വാക്കുകൾക്കപ്പുറത്ത് മീനിങ് ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക്. ഉദാഹരണം, ഞാനൊരു കൊട്ട തേങ്ങ വാങ്ങി. സൂര്യ സാറ് കേട്ടോ? ഞാനൊരു കൊട്ട തേങ്ങ വാങ്ങി. ഞാനൊരു കൊട്ടത്തേങ്ങ വാങ്ങി. ഞാനൊരു കൊട്ടത്തേങ്ങ വാങ്ങി. ഞാനൊരു കൊട്ട തേങ്ങ വാങ്ങി. വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. എന്താ കാരണം? എവിടെ വ്യത്യാസം? രണ്ടും ഒന്നല്ലേ? അതെ അതെ ആണ്. പക്ഷേ ഒരു കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞപ്പോ എന്തായി? വെള്ളമില്ലാത്ത ഉണങ്ങിയ തേങ്ങയായി. ഒരു കൊട്ട തേങ്ങ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്തായി? ഒരു ചാക്ക് അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ഇറച്ചി അല്ലേ? അപ്പൊ ഒരു സ്ട്രെസ് മാറിയപ്പോഴേക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ശ്വാസം, അങ്ങനെ ഉണ്ടല്ലോ, അതിന് തന്നെ അർത്ഥം മാറിയിട്ടുണ്ട്. ഇംഗ്ലീഷിലൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഭാഷയുടെ ചില സ്ഥലത്ത് സ്ട്രെസ് ചെയ്താൽ, ചിലപ്പോ ഒന്ന് നിർത്തിയാല്, ഒന്ന് പോസ് ചെയ്താൽ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ദ വേ പീപ്പിൾ ഡിസ്ക്രൈബ് ഓർ എക്സ്പ്ലെയിൻ ദർ എക്സ്പീരിയൻസ് ത്രൂ ടോക്ക് ഓർ ടെക്സ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ഫീലിങ്ങുകളാകാം, എല്ലാ കാര്യങ്ങളും വാക്കുകളിലൂടെ, ടെക്സ്റ്റുകളിലൂടെ, നോവലുകളായിട്ട്, കഥയായിട്ട്, ചെറുകഥയായിട്ട്, നാടകങ്ങളായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റോറികളായിട്ട്, കവിതകളായിട്ട് അവതരിപ്പിക്കും. ഇതിനെക്കുറിച്ചുള്ള ചർച്ച. ദ സ്പെസിഫിക് വേ പീപ്പിൾ ഡിസ്ക്രൈബ് ഓർ എക്സ്പ്ലെയിൻ ദർ എക്സ്പീരിയൻസ്, അതാണ് ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന്. അപ്പോൾ സ്വന്തം അനുഭവങ്ങൾ, ജീവിത വ്യക്തിപരമാകാം, സമൂഹപരമാകാം, അല്ലെങ്കിൽ കുടുംബപരമാകാം, എല്ലാം വാക്കുകളിലൂടെ എഴുതിയും പറഞ്ഞും അല്ലെങ്കിൽ ചിത്രീകരിച്ചൊക്കെ നമ്മൾ ആലേഖനം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. 1960കളിലാണ് ഇതിനെക്കുറിച്ച് ചർച്ച വന്നത്. സോഷ്യൽ സയൻസിലാണ് കാര്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഹിസ്റ്ററി, പിന്നെ അതുപോലെ എവരിഡേ ലൈഫ് പാറ്റേണിൽ പോലും. നമ്മൾ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്ക്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പത്രിക പ്രധാനമായിട്ട് വരുത്തുക.
അല്ലേ? അപ്പൊ അതേ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക, സ്ഥിരമായി അതിന്റെ ലേഖനങ്ങളും അതിലുള്ള എഡിറ്റോറും വായിച്ചു കഴിഞ്ഞാൽ എന്റെ കാഴ്ചപ്പാടും എന്റെ വിശ്വാസവും എന്റെ അടുത്തുള്ള റിയാലിറ്റി കംപ്ലീറ്റ് അതാണ്. അതിന് അഗേൻസ്റ്റ് ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഉൾക്കൊള്ളാൻ റെഡി ആയിരിക്കില്ല. ഓരോരുത്തർക്കും അങ്ങനെ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ ആശയങ്ങൾ അവർ കുത്തി നിറച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താണോ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളെ PR മീഡിയകളാണ് ഇന്ന് ലോകം ഭരിക്കുന്നത്. അമേരിക്കയിലെ ഭരണമാട്ടെ മറ്റുള്ള രാജ്യങ്ങളെ ഭരണമാട്ടെ PR വർക്കിനനുസരിച്ച് ഭരണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഭാഷകൾ PR അതിനനുസരിച്ചുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ടോ? ഓക്കെ. ഡിസ്കോഴ്സ് അനാലിസിസ് സെന്റേഴ്സ് ഫണ്ടമെന്റലി ഓൺ ടോക്ക്, അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ് ആൻഡ് യൂസ് ട്രസ്റ്റ് that this is not just about what people say but how they say it, why. അപ്പോൾ വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്ത് ജനങ്ങൾ പറയുന്നു എന്നതല്ല, എങ്ങനെ പറയുന്നു, എന്തുകൊണ്ട് പറയുന്നു, ഇതൊക്കെയാണ് ചർച്ച. അവരെങ്ങനെയാണ് ആ വിഷയം അവതരിപ്പിച്ചത്, എന്തുകൊണ്ടാണ് അവർ ഈ വിഷയം ഇപ്പോൾ അവതരിപ്പിച്ചത്. കണ്ടിട്ടില്ല ചില സമയങ്ങളിൽ ഏതെങ്കിലും വലിയ ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടെങ്കിലും പിറ്റേന്ന് ചിലപ്പോൾ വാർത്തകൾ അത് കണ്ടോളുന്നില്ല. കാരണം അത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഭരണത്തെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അതുണ്ട്, അല്ലാത്ത വിഷയങ്ങളുണ്ടാവും. എന്നാൽ ചെറിയ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകാൻ അത് വലിയ കൊട്ടത്തേങ്ങയായിട്ട് തന്നെ നമ്മളെ പത്രങ്ങൾ കാണാൻ സാധിക്കും. കാരണം ഓരോ പത്രത്തിനും ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ഓരോ പത്രത്തിനും ഒരു ഐഡിയോളജി ഉണ്ട്, ഓരോ പത്രത്തിനും അവർ ഓഡിയൻസിനെ പിടിക്കാൻ പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം മനോരമ എന്ന പത്രം, അത് മലപ്പുറത്ത് പബ്ലിഷ് ചെയ്യുന്ന അതേ രൂപത്തിലായിരിക്കില്ല കൊച്ചിയിൽ പബ്ലിഷ് ചെയ്യുന്നത്, അതേ രൂപത്തിലായിരിക്കില്ല ട്രിവാൻഡ്രത്ത് ഉണ്ടാകുക. ഇതുപോലെയുള്ള ഓരോ പത്രങ്ങൾക്കും അതിൻ്റെതായ ഒരു സ്ട്രാറ്റജി. കാരണം എന്താണ്, അവർക്ക് കണ്ടന്റുകൾ അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ ഓഡിയൻസ് അങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കണം. ഈ ഒരു ഡിസ്കോഴ്സ് അനാലിസിസിൽ യൂസസ് അക്രോസ് ഡിസിപ്ലിൻ അനലൈസ്ഡ് ഫാമിലികളിലും അക്കാഡമിക് എല്ലാ മേഖലകളിലും ഈ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ടെന്ന് അർത്ഥം. എന്താണ് ഡിസ്കോഴ്സ് അനാലിസിസിനെ കുറിച്ചൊരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് ദാറ്റ് സ്റ്റഡീസ് ലാംഗ്വേജ് ഇൻ യൂസ്. എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഹൗ പീപ്പിൾ സ്പീക്ക് ഓർ റൈറ്റ് ആൻഡ് പ്രൊഡ്യൂസ് മീനിങ് ഇൻ സ്പെസിഫിക് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഇറ്റ് ഗോസ് ബിയോണ്ട് സിംഗിൾ സെന്റൻസസ് ടു അനലൈസ് ലോങ്ങർ പീസ് ഓഫ് ടെക്സ്റ്റ്. അപ്പോൾ ഓരോ വാക്കുകൾ എടുത്തിട്ടല്ല, മറിച്ച് ആ വാക്കിന്റെ ഘടന മൊത്തം എടുത്തിട്ട് അതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിച്ചത്, ഇതിന്റെ പിന്നിൽ അവരുടെ മോട്ടീവ് എന്താണ്, അങ്ങനെ വരുമ്പോൾ സമൂഹത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാവും, അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നെ കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണ്. പലപ്പോഴും പല ലേഖനങ്ങൾ, പല പ്രസംഗങ്ങളായിരിക്കും സമൂഹത്തിൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകുക. ഐ ഹാവ് എ ഡ്രീം എന്നൊരു പ്രഭാഷണം കേട്ടിട്ടുണ്ടാവും അല്ലേ, മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ. അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം, ആ ഒരു പ്രഭാഷണത്തിന് ശേഷമാണ് വലിയൊരു വിപ്ലവം അവിടെ ഉണ്ടായത്. മുസോളിനിയുടെ പ്രഭാഷണമാകട്ടെ അല്ലെങ്കിൽ വിൽസ്റ്റൺ ചർച്ചിലിന്റെ പ്രഭാഷണങ്ങളാകട്ടെ, അതുപോലെ തന്നെ ഷേക്സ്പിയറിന്റെ ചില നാടകങ്ങൾ, ബെർണാഷയുടെ ചില നാടകങ്ങൾ. അപ്പൊ ചില നാടകങ്ങൾ, ചില കഥകൾ, ചില കവിതകൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും. ചില കവിതകൾക്ക് ശേഷം വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുന്നു. ചില സിനിമകൾ തന്നെ നിലവിലുള്ള സിസ്റ്റത്തെ കംപ്ലീറ്റ് പൊളിച്ചെഴുതുന്ന, ക്വസ്റ്റ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ സിസ്റ്റത്തെ പൂർണ്ണമായും അങ്ങനെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കണം. Discourse analysis study of why the version of the world, ഇതിലെന്താ പറയുന്നത് വെച്ചാൽ why the way versions or world, society, event and psyche are produced in the use of language and discourse. നമ്മൾ ഈ ജീവിക്കുന്ന ലോകം അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ പ്രതിഭാസങ്ങൾ, ഫിനോമിനുകൾ, ഇത് എങ്ങനെയാണ് ഈ രൂപത്തിലായത്, ഇത് ഇങ്ങനെയായി വരാൻ ഭാഷയ്ക്ക് എന്ത് സ്വാധീനമുണ്ട്, ഭാഷകൾ എത്രമാത്രം നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സംവിധാനത്തെ, ഇൻസ്റ്റിറ്റ്യൂഷനെ അതിനൊക്കെ മാറ്റിമറിക്കുന്നുണ്ട് എന്നൊക്കെ പഠിക്കലാണ് ഈ ഡിസ്കോഴ്സ് അനാലിസിസ് എന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അൺവീലിംഗ് ഹിഡൻ മീനിങ്, വാക്കുകൾക്കപ്പുറത്ത് ഒളിഞ്ഞു കിടക്കുന്ന ആശയങ്ങളും. ഒരു ലേഖനം എടുത്തു കഴിഞ്ഞാൽ ചില പദങ്ങൾ അതിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ടാവും. പല സ്ഥലത്തും പല മീനിങ് ആയിരിക്കും ഉണ്ടാകുക. മാത്രമല്ല ചില മീനിങ് സർക്കാസ്റ്റിക് മീനിങ് ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞത് തേർഡ് മീനിങ് ആയിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കി ഇതുകൊണ്ട് എന്താണ് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ്, ഇതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചത്, അതിനുശേഷം പിന്നെന്തുണ്ടായി എന്ന രീതിയിലുള്ള ചർച്ചയാണ് ഡിസ്കോഴ്സ് അനാലിസിസ്. ഇത് ഹെൽപ്പ് അൺവീൽ ദ ഹിഡൻ മോട്ടീവ്സ് ബിഹൈൻഡ് ദ ടെക്സ്റ്റ് ഓർ ചോയ്സ് റിസർച്ച്. ഇതാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുക. ഒരു പത്രവാർത്തയാണ്, ജോബ്ലെസ് സർജ് ഡ്യൂ ടു ഇക്കണോമിക് കൊളാപ്സ്. ഒരു പത്രവാർത്തയാണ്, ഒരു ഹെഡിങ് എന്താണ്, ജോബ്ലെസ് സർജ് ഡ്യൂ ടു ഇക്കണോമിക് കൊളാപ്സ്. അതേ വിഷയത്തെ മറ്റൊരു പത്രം എന്താ കൊടുത്തത്, ലാസി യൂത്ത് ഫെയിൽ ടു എൻ്റർ വർക്ക് പ്ലേസ്. ലാസി യൂത്ത് ഫെയിൽ ടു എൻ്റർ വർക്ക് പ്ലേസ്. അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അൺഎംപ്ലോയ്മെന്റ് എന്ന സാധനത്തെ ഒരു പത്രം ഒന്നാമത്തത് പറഞ്ഞപ്പോൾ അത് ഗവൺമെന്റിനെ അല്ലെങ്കിൽ സ്ട്രക്ചറിനെയാണ് അത് ക്രിറ്റിസൈസ് ചെയ്തത്. തൊഴിലില്ലായ്മ എന്നുള്ളത് സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുന്നു, തകർച്ചയ്ക്ക് കാരണമാകുന്നു. അപ്പൊ ഒരു സംവിധാനം, സ്ട്രക്ചർ, ഗവൺമെന്റിന്റെ പോളിസികൾ അത് ശരിയില്ല എന്ന രീതിയിലാണ് അതിന്റെ ടോണ് പോയത് അല്ലെങ്കിൽ മീനിങ് കിട്ടുന്നത്. രണ്ടാമത്തേലോ ലേസി യൂത്ത് ഫെയിൽ, അവിടെ ഗവൺമെന്റ് അല്ല വ്യക്തികളിലേക്കാണ്.
യുവാക്കളെ അല്ലെങ്കിൽ തൊഴിലാളികളെ, വ്യക്തികളെയാണ് ആക്ഷേപിച്ചത്. കണ്ടോ? അപ്പോ അൺഎംപ്ലോയ്മെന്റ് എന്നൊരു വിഷയത്തെ പറഞ്ഞപ്പോൾ 2 പത്രം അല്ലെങ്കിൽ ഒരു പത്രത്തിൽ 2 ഹെഡിങ് അങ്ങനെ വരികയാണെങ്കിൽ, ഇവിടെ ഹെഡിങ് ജോബ്ലെസ് ആസ് ആൻ ഇക്കണോമിക് കൊളാപ്സ് വൈൽ ദ ഹെഡ്ലൈൻ ബ്ലെയിം ലാസിബോ. This shows how language choice, discourse, assign blame and shape public perception. ഇത് നമുക്ക് മനസ്സിലാക്കാം. ഭാഷ, പത്രത്തിലെ ഹെഡിങ്ങുകൾ അല്ലെങ്കിൽ എഡിറ്റോറിയലുകൾ, ലേഖനങ്ങൾ എങ്ങനെയാണ് പോളിസി മേക്കിംഗ് നടത്തുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ പബ്ലിക് ഒപ്പീനിയൻ മാറ്റുന്നത്, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയനിൽ മാറ്റങ്ങൾ വരുത്തുന്നത് നമുക്ക്. അപ്പൊ ചില സിനിമകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ചില കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ പെർസെപ്ഷൻ തന്നെ മാറും. ചിലപ്പോൾ ചില കാര്യങ്ങളെ കുറിച്ചുള്ള പെർസെപ്ഷൻ ഡബിൾ ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ഇതിലുള്ള ഈ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ: സെമിയോട്ടിക്സ്, ഡീകൺസ്ട്രക്ഷൻ, നരാറ്റീവ് അനാലിസിസ്, ക്രിറ്റിക്കൽ അപ്രോച്ച്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കോൺസെപ്റ്റുകളാണ് വിശദമായി വരുന്നത്. സെമിയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ സിംബലുകളെ കൂടെ. ഇപ്പോൾ നമ്മൾ വലിയ റോഡിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് പള്ളി എവിടെയാണ് നോക്കരുത്, ആ മിനാര, ആ പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ വലിയൊരു ഇതുണ്ടല്ലോ. ക്രിസ്ത്യൻ ചർച്ചുകൾ എങ്ങനെ മനസ്സിലാക്കുക? ക്രോസ് ഉണ്ടായി മനസ്സിലാക്കുക. ഹോസ്പിറ്റലുകൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? അല്ലെങ്കിൽ ഡോക്ടർ ഇൻ എന്ന ബോർഡ് കണ്ടാൽ തന്നെ മനസ്സിലാക്കുക ഡോക്ടർ ഇവിടെ ഉണ്ട്, അതിന് ഡോക്ടർ ഔട്ട് എന്നുണ്ട്. അപ്പോൾ ചില സിംബലുകൾ കണ്ടാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും, അല്ലേ? അതുപോലെ തന്നെ ഡീകൺസ്ട്രക്ഷൻ, നിലവിലുള്ള സംവിധാനങ്ങൾ, നിലവിലുള്ള ഭരണ സംവിധാനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പം നിലവിലുള്ള ആശയങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ചില വാക്കുകൾ, ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവും. ഇതും നമുക്ക് ഉപയോഗിക്കാം. നെറേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സംഭവങ്ങൾ ആസ് ഇറ്റ് ഈസ് വിശദീകരിക്കുക, സ്റ്റോറി ഒക്കെ പറയുന്ന പോലെയുള്ള. ക്രിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ഇക്വാലിറ്റി, അൺഈക്വാലിറ്റി, സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അൺഈക്വാലിറ്റി ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, അങ്ങനെയുള്ള ലേഖനങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളാണ്. ഡിസ്കോഴ്സ് അനാലിസിസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഫണ്ടമെന്റലായി അറിയേണ്ട ചില കാര്യങ്ങൾ: 1, റിയാലിറ്റി സോഷ്യലി കൺസ്ട്രക്റ്റഡ്. 1 ക്രിറ്റിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രഭാഷണ അവലോകനം എന്ന് നമുക്കിതിന് പറയാം, അല്ലെങ്കിൽ ഭാഷണ അവലോകനം എന്ന് പറയാം. 1-മത്തത് യാഥാർത്ഥ്യം എന്നുള്ളത് സാമൂഹികമായി നിർമ്മിക്കപ്പെടുന്നതാണ്. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ സത്യം. എന്നെ സംബന്ധിച്ച് സത്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ കേട്ട് പഠിച്ചു മനസ്സിലാക്കിയത്, എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ ഒരു കൾച്ചറിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് യഥാർത്ഥം, അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് കിട്ടിയതാണ്. അപ്പൊ നിങ്ങൾ പഠിച്ച, നിങ്ങൾ വളർന്ന, നിങ്ങളുടെ സാഹചര്യത്തിൽ എന്തൊക്കെയാണോ കേട്ടു മനസ്സിലാക്കിയത്, ഇതാണ്. അപ്പൊ ഓരോ സംഘത്തിലും, ഓരോ സമൂഹത്തിലും, ഓരോ രാജ്യത്തും, ഓരോ സിസ്റ്റത്തിലും, ഒരു സൊസൈറ്റിയിൽ നിർമ്മിതമായ സാധനമാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും യാഥാർത്ഥ്യം ഒന്നേക്കോണമെന്നില്ല, പലവർക്കും പലതായിരിക്കും. അപ്പോൾ കോണ്ടക്ച്വൽ മീനിങ്ങിലൂടെ അല്ലെങ്കിൽ കൾച്ചറൽ ഡിഫറൻസിലൂടെ നമുക്ക് യാഥാർത്ഥ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. യാഥാർത്ഥ്യമല്ല നമ്മളെ സംബന്ധിച്ച്. എന്നെ സംബന്ധിച്ച് അതാണ് ശരി എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സുരേഷ് സാറിനെ സംബന്ധിച്ച് അത് ശരിയാക്കണമെന്നില്ല. എന്നെ സംബന്ധിച്ച് പൊളിറ്റിക്കലി ഇതാണ് ശരി, ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ സുരേഷ് സാറിനെ സംബന്ധിച്ച് അത് മാറി. കാരണം സാറിന്റെ സോഷ്യൽ സിറ്റുവേഷൻ, സ്ട്രക്ചർ വ്യത്യാസം ഉണ്ടായിരിക്കും. ദ മോസ്റ്റ് ക്രിറ്റിക്കൽ അസംപ്ഷൻ ഈസ് ദാറ്റ് റിയാലിറ്റി ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്. അതായത് അവർ സെൻസ് ഓഫ് റിയാലിറ്റി, വാട്ട് ഈസ് നോർമൽ ഓർ ട്രൂ, എന്താണ് ശരി, എന്താണ് നോർമൽ ഇതാണ് വേണ്ടത്, അല്ലെങ്കിൽ ശരിയായിട്ട് ഇങ്ങനെ വേണ്ടത് എന്ന് ഞാൻ തീരുമാനിക്കുന്ന എൻ്റെ അനുഭവം എന്ന് വെച്ചുകൂടാ. ഇപ്പോൾ ഉദാഹരണം, ഞാൻ പാട്രിയാർക്കൽ സിസ്റ്റത്തെ അംഗീകരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പക്ഷെ അതിനെ എതിർക്കുന്ന ഒരാൾക്കും വേറെ ആള്, കാരണം അയാൾ അതിനനുസരിച്ചായിരിക്കും. ഞാൻ മാട്രിയാർക്കൽ സിസ്റ്റത്തെ എതിർക്കുന്നതെങ്കിൽ, അപ്പോൾ ഉദാഹരണം, ഈ മെയിൽ ഫീമെയിൽ ഇക്വാലിറ്റി വേണോ വേണമെന്ന് ചിലവർ പറയും, വേണ്ടാന്ന് വെച്ചാൽ LGBTQ, ഇതിലൊക്കെ ഓരോരുത്തർ ആശയങ്ങളുണ്ട്. LGBTQ എന്ന് പറഞ്ഞ സാധനത്തിലൊക്കെ ഓരോരുത്തർക്ക് ഓരോ ആശയങ്ങളുണ്ട്. അപ്പോൾ റിയാലിറ്റി എന്നുള്ളത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ് എന്നതാണ് 1-മത്തെ വിഷയം. അതായത് അവരുടെ കൾച്ചറും അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ സ്വാധീനിക്കുന്നുണ്ട്. 2, ലാംഗ്വേജ് ഷേപ്സ് കൺസ്ട്രക്റ്റ്. നമ്മൾ മനസ്സിലാക്കുന്ന ചില ആശയങ്ങൾ, ഉദാഹരണം ഇന്റലിജൻസ്, പേഴ്സണാലിറ്റി, മോട്ടിവേഷൻ, ആങ്ഷൈറ്റി, ഇതൊക്കെ ഓരോ കൺസ്ട്രക്റ്റുകളാണ്. അഥവാ ഒരു തിയറിയെ സൂചിപ്പിക്കുന്ന ചില സൂചനകളാണ്. ഈ സൂചനകളൊക്കെ ഭാഷയാണ് ഉണ്ടാക്കുന്നത്. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വാക്കാണ്. ആ വാക്ക് കൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഭാഷ കൊണ്ട് നിർമ്മിതമാണ് ഈ കൺസ്ട്രക്റ്റുകൾ. അപ്പോൾ ലാംഗ്വേജ് ആണ് ഇതിനൊക്കെ വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ ദാറ്റ് ലാംഗ്വേജ് ആക്റ്റീവ്ലി ഹെൽപ്പ് ക്രിയേറ്റ് റിയാലിറ്റി വേർഡ് ഡു നോട്ട് മിയർലി റിഫ്ലക്ട് ഇറ്റ്. ഒരു വാക്ക് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ വാക്ക്, ആ സന്ദർഭം, ആ സ്ട്രക്ചർ എന്ന്, ആ ഒരു സിറ്റുവേഷൻ എന്നാണ് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുക. ലാംഗ്വേജ് ഷേപ്സ് കോൺസെപ്റ്റ് ലൈക്ക് ഇന്റലിജൻസ്, പേഴ്സണാലിറ്റി, തിങ്കിങ്. അപ്പോൾ ഭാഷ കൊണ്ട് നമുക്ക് ചില കൺസ്ട്രക്റ്റുകളും ചില കോൺസെപ്റ്റുകളും തിയറികളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. 3, പീപ്പിൾ ആർ പ്രൊഡക്റ്റ് ഓഫ് ഇന്ററാക്ഷൻ. ജനങ്ങളൊക്കെ ഇന്ററാക്ഷന്റെ പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആരുടെ കൂടെ എവിടെ ഇന്ററാക്ട് ചെയ്യുന്നോ, എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നോ, അതിനനുസരിക്കും നമ്മൾ ഉണ്ടാകുക, അല്ലേ?
ഞാൻ ഒറ്റയ്ക്ക് ഐസൊലേറ്റ് ആയിട്ട് ജീവിക്കാൻ കഴിയില്ല, കാരണം എൻ്റെ സോഷ്യൽ എനിമലാണ്. പക്ഷെ ഞാൻ ആരുടെ കൂടെയാണോ താമസിക്കുന്നത്, ആരുടെ കൂടെയാണോ പെരുമാറുന്നത്, ആരുടെ കൂടെയാണ് സഹവസിക്കുന്നത്, ഏത് രീതിയിലാണോ ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് എൻ്റെ സ്റ്റാറ്റസും എൻ്റെ പേഴ്സണാലിറ്റിയും ഡിഫൈൻ ചെയ്യപ്പെടുന്നത്, മോൾഡ് ചെയ്യപ്പെടുന്നത്, ഷേപ്പ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഭാഷയും എൻ്റെ അതൊക്കെ ചലഞ്ചിങ് ട്രഡീഷണൽ സൈക്കോളജിക്കൽ വ്യൂ മെനി ഇന്നർ സെൽഫ്. ഉദാഹരണം ഈ ഇന്നർ കാര്യങ്ങളൊക്കെ, ഉദാഹരണം ആങ്ഷൈറ്റി ആകട്ടെ, ഫിയർ ആകട്ടെ, ഫോബിയ ആകട്ടെ, അതൊക്കെ മനുഷ്യന്റെ ഉള്ളിലുള്ളതാണെന്നാണ് ധാരണ ഉണ്ടായിരുന്നത് സൈക്കോളജിയിൽ. പക്ഷെ അങ്ങനെയല്ല. ഉള്ളിന്റെ ഉള്ളിലുള്ളതാണെങ്കിലും അത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പ്രകടമാകുന്ന സാധനങ്ങളാണ്. ഉദാഹരണം സോഷ്യൽ ഫോബിയ എന്താണ്? സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവരുടെ ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടിയാണ്, ആൾക്കാരുടെ ഇടപഴകാനുള്ള ഒരു പേടി. അപ്പൊ ഇടപഴകണ്ടേ, നല്ല ഉണ്ടാകുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ചില കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ പറഞ്ഞ സോഷ്യൽ ഇന്ററാക്ഷൻ. പിന്നെ മീനിങ് ഈസ് കോണ്ടെക്ച്വൽ ഡിപ്പെൻഡന്റ്. ഏതൊരു കാര്യത്തിന്റെയും മീനിങ് അത് സന്ദർഭത്തിൽ നിന്ന്, സാഹചര്യത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. ഡിപ്പെൻഡന്റ് ആണ്, ആപേക്ഷികമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒരു കൊട്ട തേങ്ങ, ഇത് ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു ഇതിന് വ്യത്യാസം. അതുപോലെ തന്നെ നമ്മൾ ചില പ്രസ്താവനകൾ പിണറായി വിജയൻ സാറിന്റെ ആട്ടെ, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏത് രാഷ്ട്രീയ നേതാവിന്റെ എടുത്തോളൂ, ചില പ്രസ്താവനകൾ അത് കട്ട് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ, അതിന്റെ ആ കോണ്ടക്സ്റ്റ് ഒന്നും എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളായിരിക്കും. അയാളത് പറയാൻ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിലോ അല്ലെങ്കിൽ ഒരു ചെറിയ സംഘത്തിലോ മീറ്റിങ്ങിലോ പറഞ്ഞതായിരിക്കും. അതിന്റെ മുമ്പുള്ളതും ശേഷമുള്ളതും എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വലിയ പ്രശ്നമല്ല എന്നുള്ളതല്ല, അത് അത്ര വലിയ ഗുരുതരമായിരിക്കില്ല. പക്ഷെ അതൊന്നും കട്ട് ചെയ്തിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ടേ കാര്യം പുറത്തു വരിക. അപ്പോൾ ഏതിന് മീനിങ് നമ്മൾ കൊടുക്കേണ്ടത് അതിന്റെ സന്ദർഭവും സാഹചര്യം നോക്കിയിട്ടാണ്. മീനിങ് ഈസ് പ്രോഡക്റ്റ് വിത്തിൻ ദ ഹു ആൻഡ് വേർ. ആര്, എവിടെ, ആരോട്, എങ്ങനെ പറഞ്ഞു എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനം. ദ സെയിം വേർഡ് ക്യാൻ മീൻ ഡിഫറെന്റ് തിങ് ഡിപ്പെൻഡ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. സന്ദർഭം. ഉദാഹരണം, ഐ സാറ്റ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ. ഐ ഇൻവെസ്റ്റഡ് മൈ മണി ഇൻ ദ ബാങ്ക്. ആദ്യത്തെ സെന്റൻസിലെ ബാങ്ക്, രണ്ടാമത്തെ സെന്റൻസിലെ ബാങ്ക്, രണ്ടും ബാങ്ക് തന്നെയാണ്. പക്ഷേ സെന്റൻസ്, സ്ട്രക്ചർ, സിറ്റുവേഷൻ മാറി അല്ലേ? ഞാൻ പുഴയുടെ തീരത്തിരുന്നു, ആ ബാങ്ക് തീരം എന്നതാണ്. രണ്ടാമത്തതോ നമ്മൾ കാശ് കൊണ്ടുവരുന്ന ബാങ്കാണ്. ഐ ഇൻവെസ്റ്റഡ് മൈ മണി ഇൻ ദ ബാങ്ക്. അപ്പോൾ സിറ്റുവേഷൻ മാറിയപ്പോൾ ആ വാക്കിന്റെ അർത്ഥം തന്നെ മാറി. അപ്പം നമ്മുടെ കാര്യങ്ങളുടെ മീനിങ് മനസ്സിലാക്കേണ്ടത് സന്ദർഭത്തിൽ നിന്നാണ്, സാഹചര്യത്തിൽ നിന്നാണ് എന്നാണ്. ഉദാഹരണം മെട്രിക്സ്. ഞാൻ എൻ്റെ കമ്പനി 10-15 വർഷമായി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ കമ്പനി വന്ന സമയത്ത് ആദ്യ കാലത്തൊക്കെ മിനിറ്റ്സ് ഒക്കെ എഴുതുമ്പോൾ എനിക്ക് ഇത് എന്താണ് പറയുന്നത്, കുറെ ഇംഗ്ലീഷും അറബി അറിയുന്നതുകൊണ്ട് കുറെ മനസ്സിലാവും, അല്ലാതെ എന്താണ് സംഭവം മനസ്സിലാവും. ഉദാഹരണം, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ മെട്രിക്സ് എന്ന് പറയും. എന്ത് മെട്രിക്സ് എന്നത് ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ക്രമേണ എനിക്ക് മനസ്സിലായി അവരെന്താണോ കാണിക്കുന്നത്. ഉദാഹരണം, ബോക്സിലൊക്കെ ഇട്ടിട്ട് കാണിക്കൂലേ, അല്ലെങ്കിൽ ഒരു സ്കെഡ്യൂളൊക്കെ കാണിക്കൂലേ. ഇപ്പോൾ നമ്മൾ ടൈം ടേബിൾ, സ്കൂളിലെ ടൈം ടേബിൾ ആട്ടെ, അതായത് ലീവ് പ്ലാനുകൾ, അതൊരു ചെറിയ അതിങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ സാധനത്തിന് മെട്രിക്സ് എന്നാണ് ഒരു ഉദ്ദേശം. എനിക്കത് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ പ്രൊജക്ട് മാനേജ്മെന്റ് മീറ്റിങ്ങിലൊക്കെ മാനേജേഴ്സ് ഇപ്പോൾ മെട്രിക്സ് എന്നൊക്കെ പറയുമ്പോൾ പുതുതായി ചേർന്നാക്ക് പ്രൊജക്ടിനെ കുറിച്ച് പരിചയമില്ലാത്തക്ക് ഇതൊരു ഭ്രാന്തിന്റെ കേസായിരിക്കും. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇപ്പോൾ പ്രൊജക്ട് മാനേജ്മെന്റുമായി പരിചയമുള്ള ഒരാളെ സംബന്ധിച്ച് മെട്രിക്സ് ഒരു വിഷയമല്ല. ഉദാഹരണം, ഞാനൊരു അഡ്മിൻ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോഴേക്കും ഡിഡ് യു അപ്ഡേറ്റ് ദ ലോഗ് എന്ന് വെക്കും. ഡിഡ് യു അപ്ഡേറ്റ് എന്ത് ലോഗോ? ലോഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു എക്സൽ ഷീറ്റാണ് ഉദ്ദേശിക്കുന്നത്. ലെറ്റർ ലോഗ്, കറസ്പോണ്ടൻസ് ലോഗ് എന്ന് പറഞ്ഞാൽ ഇൻകമിംഗ് ലെറ്റേഴ്സും ഔട്ട് ഗോയിങ് ലെറ്റേഴ്സും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നൊരു ഫയലുണ്ട്, അതിനെ ലെറ്റർ ലോഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോഗ് പറഞ്ഞാൽ നമ്മൾ മരക്കഷ്ണം എന്ന് കരുതുക, പക്ഷെ ആ സന്ദർഭത്തിൽ നിന്ന്. അപ്പോൾ ഏത് സാധനവും നമുക്ക് സിറ്റുവേഷൻ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് എക്സാമ്പിൾ. ഇനി ഡിസ്കോഴ്സ് അനാലിസിസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കോൺസെപ്റ്റുകൾ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ചില ആശയങ്ങൾ അല്ലെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള ചില അപ്രോച്ചസ്. ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, ആ ഭാഷ എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു, സമൂഹത്തിന്റെ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ ചേഞ്ചസിന് കാരണമാകും എന്നുള്ളതാണ് ചർച്ച. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കേട്ട ഒരു വാക്കാണ് മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാല് അറിയോ? എന്തൊരു സാധനം ഉണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനത്തെ മോഡേണൈസേഷൻ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിന് അവരിട്ടൊരു പേരാണ് മോഡേണൈസേഷൻ. ഓക്കെ, മോഡേണിസം, ആധുനികത. അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞു. അത് ഉത്തരാധുനികത അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു.
അപ്പോൾ ഓരോ ചില വാക്കുകൾ ചില കാര്യങ്ങൾ ഒന്നാകെ ഇംപ്ലൈ ചെയ്യാൻ വേണ്ടി സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ്, ഒരു അപ്രോച്ചാണ് മോഡേണിസം എന്നത്. അതുപോലെ മറ്റൊരു അപ്രോച്ചാണ് സ്ട്രക്ചറിസം എന്നത്. അതുപോലെ വേറൊരു അപ്രോച്ച് ആണെങ്കിൽ ടെർമിനോളജിയാണ് ഫെമിനിസം എന്നത്. ഈ 3 കോൺസെപ്റ്റ് ഒന്നും ഇതിൽ മനസ്സിലാക്കാണ്ട്. മോഡേണിസം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ടുവാർഡ്സ് അച്ചീവ്മെന്റ് ആൻഡ് റിയാലിറ്റി ബേസ്ഡ് വ്യൂസ്. അച്ചീവ്മെന്റ്സുകൾ, നിലവിലുള്ളതിൽ നിന്നും മെച്ചപ്പെട്ട ഒരവസ്ഥ, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദിഷ്ടമായ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടുന്ന റിയാലിറ്റി ബേസ്ഡ് ആയ കാഴ്ചപ്പാടുകൾ. വെറും വാഗ്യൂ ആയിട്ട് അല്ലെങ്കിൽ റാൻഡംലി എന്തെങ്കിലും പറയില്ല, മറിച്ച് സയന്റിഫിക്കലി പ്രൂവ് ആയിട്ട് റിയാലിറ്റിയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആ ഒരു ലെവലിനെ, ആ ഒരു നിലപാടിനെയാണ് മോഡേണിസം എന്ന് ഉദ്ദേശിച്ചത്. അതായത് 50 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് അന്നുണ്ടായിരുന്ന സമൂഹത്തിൽ നിന്ന് മാറ്റം വരുന്ന രീതിയിൽ കുറച്ചും കൂടി ഒരു ഡെവലപ്ഡ് ആയ അവസ്ഥക്കാണ് മോഡേണിസം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന്റെ മുമ്പ് പ്രിമിറ്റീവ് സൊസൈറ്റി, അപ്പൊ കൾച്ചറും മറ്റൊന്നും ഇല്ലാത്ത ഒരു സമൂഹത്തെ പ്രിമിറ്റീവ്, അന്നത്തെ കാലത്ത് അത് തന്നെയാണ് കൾച്ചർ, വർഷം അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് കുറച്ചുകൂടി മോഡേണൈസ്ഡ് ആയി. പുതിയ ഡ്രസ്സിങ്ങും പുതിയ കാഴ്ചപ്പാടും പുതിയ സംവിധാനങ്ങളും വന്നപ്പോൾ മോഡേണിസം എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി, അവര് കുറച്ചുകൂടി അച്ചീവ്മെന്റ്സിലേക്ക് പോയി. റിയാലിറ്റി ബേസ്ഡ് ഉണ്ടായിരുന്ന കാഴ്ചപ്പാടായിരുന്നു, അതൊരു ഘട്ടത്തിലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും മാറ്റങ്ങൾ വന്നപ്പോൾ ഇതിനെ പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞു. മോഡേണിസം എന്ന് പറയുമ്പോൾ ഡിസ്കോഴ്സ് വാസ് കോൺസെപ്ച്വലൈസ്ഡ് ആസ് നാച്ചുറൽ പ്രൊഡക്റ്റ് ഓഫ് കോമൺ സെൻസ് ഓഫ് പ്രോഗ്രസ്. ഡിസ്കോഴ്സിന് എന്താ കണക്കിന് മോഡേണിസത്തിൽ ഈ സംഭാഷണങ്ങൾ, സംസാരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രോഗ്രസിന്റെ ഒരു വഴിയായിട്ടാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് ഡിബേറ്റ് ചെയ്യുക, സെമിനാറുകൾ, കണ്ടക്റ്റുകൾ, അങ്ങോട്ട് എൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ പറയാം, അങ്ങോട്ടും കൂടി സംവദിക്കുക എന്നുള്ളതൊക്കെ ഡെവലപ്മെന്റിന്, ചേഞ്ചിന്, അതിനൊക്കെ ഒരു നല്ലതായിട്ടാണ് ഗണിച്ചത്. അങ്ങനത്തെ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. Discourse related to talking crucially modernism saw language transformation as necessary to develop more. അതായത് ലാംഗ്വേജ് എന്നതും ലാംഗ്വേജിന്റെ ഉപയോഗവും ഡെവലപ്മെന്റ് വളരെ പ്രധാനമാണ് എന്നുള്ളത് മോഡേണിസം കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അക്യുറേറ്റ് വേർഡ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നപ്പോൾ, പുതിയ ആശയങ്ങൾ വന്നപ്പോൾ അതിനൊക്കെ ഇംപ്ലൈ ചെയ്യുന്ന, അതിനൊക്കെ കൃത്യമായി ജസ്റ്റിഫൈ ചെയ്യുന്ന ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നു, ചില വാക്കുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വന്നു. പുതിയ ഇൻവെൻഷൻ വരുമ്പോൾ അതിന് പറ്റുന്ന വാക്കുകൾ. അപ്പോൾ മോഡേണിസം എന്ന് പറഞ്ഞാൽ ഭാഷ പരമാവധി നമ്മുടെ ഡെവലപ്മെന്റ് ന്യായീകരിക്കുകയും ഡെവലപ്മെന്റ് കാരണമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മോഡേണിസം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് പുതിയ സയന്റിഫിക് ഡിസ്കവറീസ് വരുമ്പോൾ അതിന് ഇംഗ്ലീഷിലാകാം അല്ലെങ്കിൽ മറ്റുള്ളവർക്കാകാം, ഭാഷ അതിനെ പൂർണ്ണമായും എന്താ പറയുക അർത്ഥവത്താക്കുന്ന അല്ലെങ്കിൽ കൺവേ ചെയ്യുന്ന ചില വാക്കുകൾ വന്നേക്കാം, പക്ഷെ നമ്മളെ ഭാഷയിൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ആ ഭാഷ. അപ്പൊ മോഡേണിസം എന്നുള്ള ഡെവലപ്മെന്റ് ഒരു സൂചകമായിട്ടാണ്. അങ്ങനെ പറഞ്ഞാൽ ആ ഒരു കാലത്താണ് അവകാശങ്ങളെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചൊക്കെ ചർച്ച ഉണ്ടായത്. അതുവരെ നീതി എന്ത്, ന്യായം എന്ത്, അവകാശം എന്ത്, ഫുൾ അധികാരം. ഒരാള് അല്ലെങ്കിൽ ഒരു സംവിധാനം, അടിമ സംവിധാനത്തിൽ നിന്ന് മാറ്റം വന്നിട്ട് ഉടമ അടിമ എന്ന് മാറിയിട്ട് ഞാനും നീയും എന്ന ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ എനിക്കും എൻ്റെതായ അവകാശങ്ങളുണ്ട്, എനിക്കും നിന്നെ പോലെ നീതി കിട്ടേണ്ടതുണ്ട് എന്ന ഒരു ലെവലിലേക്കൊക്കെ മനുഷ്യന്റെ ചിന്തകളും വളർച്ചയും വന്ന ഒരു ഘട്ടമാണ് മോഡേണിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്കോഴ്സ് അനാലിസിൽ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് മോഡേണിസം. അങ്ങനെ പറഞ്ഞാൽ പ്രോഗ്രസ്, ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡെവലപ്മെന്റൽ കോൺസെപ്റ്റ്, ചിന്താഗതി, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതി. രണ്ടാമത്തെ സ്ട്രക്ചറലിസം. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞ ഘടന. ഉദാഹരണം, നമ്മൾ ചെസ് ബോർഡ് കണ്ടിട്ടില്ലേ? ചെസ് ബോർഡിലെ ആന, കുതിര, തേര്, ഇങ്ങനത്തെ ആ ഒരു സാധനം മാത്രം എടുത്ത് അതിനൊരു വാല്യൂ ഇല്ല. പക്ഷേ തേരിന്റെയും കുതിരയുടെയും പ്രജകളുടെയും ഇടയിൽ അതിനെ കൊണ്ടുവയ്ക്കുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു കാവലറി പോലെയാണ് അല്ലേ? അപ്പൊ ആ ചെസ് ബോർഡിലെ 36 എത്രയാണ് ബോക്സുകൾക്കിടയിൽ ഇതിനൊരു വാല്യൂ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് അതിന്റെ ഒരു വാല്യൂ കിട്ടുന്നത്. അതിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇല്ല. ഇതുപോലെ തന്നെ അച്ഛൻ എന്ന് പറഞ്ഞാൽ, അച്ഛൻ എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ മക്കളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ, അങ്ങനെ ആ ഒരു വാക്കിന് ആ കുടുംബം എന്ന പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ഒരു മീനിങ് ഉണ്ട്. അപ്പൊ ഏതിനും ഒരു സ്ട്രക്ചറുമായിട്ട് ഒരു ഘടന. ഉദാഹരണം, നമ്മൾ ഒരു ഫുട്ബോൾ എന്ന് പറഞ്ഞ സാധനം, അതിന്റെ പല കേസുകളും തുന്നിക്കൂട്ടി പ്രത്യേക ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു രൂപമുണ്ട്. അതിലൊരു കേസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഇല്ല. പക്ഷെ അത് കൂട്ടി വെക്കുമ്പോൾ ഫുട്ബോൾ എന്നൊരു സാധനം കിട്ടി. മനുഷ്യന്റെ ഓരോ അവയവങ്ങളും ഇത് പ്രത്യേക രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സ്ട്രക്ചർ ഉള്ളത്. ഇതിനെ ഒന്നെടുത്തു കഴിഞ്ഞാൽ ഇല്ല. ഇതേ രൂപത്തിൽ തന്നെയാണ് ലാംഗ്വേജിനും ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഫോളോ ചെയ്യുമ്പോഴാണ് ആ ലാംഗ്വേജ് അതിന്റെ മീനിങ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഗ്രാമാറ്റിക്കലി നമ്മൾ കറക്റ്റായി പറയണം എന്ന് പറഞ്ഞു. ഗ്രാമർ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അങ്ങനെ ഗ്രാമാറ്റിക്കലി ആവുന്ന സമയത്താണ് ആ ലാംഗ്വേജിന് കൺവേ കിട്ടുന്നത്. Individual elements only gain significance when viewed in the context of the structure as a whole. ഓരോ പോയിന്റിനും, ഇപ്പോൾ തന്നെ കണ്ണ്, മൂക്ക്, ചെവി, ഇതിനൊക്കെ വാല്യൂ, അതിന്റെ ഒരു വില കിട്ടുന്നത് എന്താണ്? ഇതിന്റെ ഇവിടെ തന്നെ നിൽക്കുമ്പോഴാണ്.
എൻ്റെ ഈ 5 വിരലുകളും ഈ രീതിയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് കയ്യിന്റെ ഫംഗ്ഷൻ കിട്ടുന്നത്. എൻ്റെ മൂക്ക് അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഇവിടെ വെച്ച് ചെയ്യുമ്പോഴാണ്. മൂക്ക് ഇവിടെ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? മാത്രമല്ല അതിന് ഫംഗ്ഷൻ ചെയ്യുന്നില്ലെങ്കിലോ. അപ്പോൾ ഓരോന്നിനും വാല്യൂ വരുന്നത് അതിൻ്റെ ആ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ആ ഘടനയിൽ വരുമ്പോഴാണ്. The structure is self-contained and self-regulated. Structure is self-determined the significance. സ്ട്രക്ചറിനാണ് പ്രാധാന്യം. അങ്ങനെ സ്ട്രക്ചർ ഉണ്ടാകുമ്പോഴാണ് മീനിങ്ങും ഫംഗ്ഷനും ഉണ്ടാകുന്നത്. ഉദാഹരണം, ഐ വാണ്ട് ടു ഗോ ടു കാലിക്കറ്റ് ടുമോറോ മോർണിംഗ്. ആ ഒരു മീനിങ് കിട്ടണമെങ്കിൽ ആ വാക്കുകൾ അങ്ങനെ തന്നെ പറയണം. അത് അങ്ങോട്ട് കൂടെ മാറ്റി മറിച്ച് കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോവും. ഓക്കെ, മുഹമ്മദ് കിൽഡ് എ സ്നേക്ക്. എ സ്നേക്ക് കിൽഡ് മുഹമ്മദ്. വാക്കിന് മാറിയപ്പോഴേക്കും എന്താ തിരിച്ചു ആശയം മാറിപ്പോയി അല്ലേ? അങ്ങനെ ദിസ് അപ്രോക്സിമേറ്റ് സിഗ്നിഫിക്കന്റ് കോൺഫിഡൻസ്. അപ്പൊ സോഷ്യൽ സിസ്റ്റവും ലാംഗ്വേജ് ഒക്കെ മനസ്സിലാക്കാൻ ഈ സ്ട്രക്ചർ എന്നുള്ള ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യണമെന്നത് ലാംഗ്വേജ് പ്രിഫൈൻ ആകാനും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഡെവലപ്മെന്റ് മാറ്റങ്ങൾ വരുത്താനൊക്കെ ഒരു കാരണമാണ്. ഉദാഹരണം, ഫാമിലി സിസ്റ്റം. ഫാമിലി എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. അതൊരു സ്ട്രക്ചറാണ്. അതിന്റെ മുമ്പ് ആ ഒരു ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലി അതൊരു സ്ട്രക്ചറാണ്. അതിന്റെ മുമ്പുണ്ടായിരുന്ന ജോയിന്റ് ഫാമിലിയാണ്, അത് വേറെ സ്ട്രക്ചറാണ്. അതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന വേറെ തരം ഫാമിലിയാണ്. അപ്പോൾ ഈ സ്ട്രക്ചറിൽ മാറ്റം വന്നപ്പോൾ അതുപോലെ തന്നെ ഫംഗ്ഷൻ, സോഷ്യോളജിക്ക് പോകുന്നില്ല. അടുത്തത് പോസ്റ്റ് മോഡേണിസം, അതുപോലെ ഫെമിനിസം. മോഡേണിസം നമ്മൾ പറഞ്ഞു. മോഡേണിസം എന്നോട് ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെന്റിന്, ഇന്നോവേഷന് അല്ലെങ്കിൽ മറ്റേതിന് റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു ഘട്ടം. പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ അവിടെ ഡെവലപ്മെന്റിന് ഒരു കോമൺ പബ്ലിക് ഒരു ബെനിഫിറ്റ് ആണ് മോഡേണിസത്തിൽ കണ്ടിരുന്നതെങ്കിൽ ഇവിടെ ഇൻഡിവിജ്വലിന് പ്രാധാന്യം കൊടുക്കുന്ന, ഇൻഡിവിജ്വൽ റൈറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഘട്ടമാണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ. പോസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇവിടെ എന്താ ചെയ്യുന്നത്? വെറൈറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് എംഫസിസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഓവർ കോമൺ എക്സ്പീരിയൻസ്. അപ്പൊ സമുദായത്തിന്റെ കുടുംബത്തിന്റെ മൊത്തം നന്മ എന്നതിൽ നിന്ന് മാറിയിട്ട് എന്റെ കാര്യം, ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ചായി പോസ്റ്റ് മോഡേണിസം വന്നപ്പോൾ. മോഡേണിസം വന്നപ്പോൾ പ്രിമിറ്റീവിൽ നിന്ന് മാറ്റങ്ങൾ വന്നു, ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായി, ശരിയാണ്. പക്ഷെ പോസ്റ്റ് മോഡേണിസം വന്നപ്പോഴേക്കും എന്തായി? എന്റെ കുടുംബത്തിന്റെ കാര്യമോ നാട്ടുകാരുടെ കാര്യമോ വീട്ടുകാരുടെ കാര്യമോ നോക്കണ്ട, എന്റെ സ്വന്തം കാര്യം. മറ്റുള്ളവൻ എന്തുണ്ട് എന്ന് ഞാൻ നോക്കുന്നില്ല. മറ്റുള്ള ബുദ്ധിമുട്ടാണോ അതിനൊന്നും നോക്കില്ല. എനിക്ക് ലൈറ്റ് വേണോ ഞാൻ ലൈറ്റ് ഇട്ടു, മറ്റോ ഉറങ്ങുന്നുണ്ടാവും ഞാൻ നോക്കില്ല. പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻഡിവിജ്വലിസത്തിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നൊരു ഘട്ടം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മിഷേൽ ഫൂക്കോ, ഇതൊരു സൈക്കോളജിസ്റ്റ് ആണ്, ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകൾ നമുക്ക് അറിയാനുണ്ട് പോസ്റ്റ് മോഡേണിസത്തിൽ. ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഡിസ്കോഴ്സ് ഇസ് ഡിഫൈൻഡ് ഇൻ സിസ്റ്റം ഓഫ് തോട്ട്സ് കമ്പോസ്ഡ് ഓഫ് ഐഡിയാസ്, ആറ്റിറ്റ്യൂഡ്സ്, കോഴ്സസ് ഓഫ് ആക്ഷൻ, ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് സിസ്റ്റമാറ്റിക്കലി കൺസ്ട്രക്ട് ദ സബ്ജക്ട്സ് ആൻഡ് ദ വേൾഡ് ഓഫ് വിച്ച് ദേ സ്പീക്ക്. പോസ്റ്റ് മോഡേണിസത്തിൽ ആ ഒരു എന്താ പറയാ ഭാഗത്ത് പ്രധാനമായിട്ടൊരു കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റ് ആണ് മിഷേൽ ഫൂക്കോ. മിഷേൽ ഫൂക്കോ പറയുന്നത് എന്താണ്? ഡിസ്കോഴ്സ് അനാലിസിസ് ആണ് നമ്മുടെ ചർച്ച. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് തോട്ട്സ് കമ്പോസ്ഡ് ഓഫ് ഐഡിയാസ്. ചില ഐഡിയകൾ ഉണ്ടാകുന്ന ചില ഐഡിയകൾ, ചില ആശയങ്ങൾ, അതിൻ്റെ ഒരു സിസ്റ്റമാണ്. അപ്പൊ ചില ആശയങ്ങൾ, ഐഡിയകൾ, അത് ആറ്റിറ്റ്യൂഡ്, കോഴ്സ് ഓഫ് ആക്ഷൻ, പ്രവർത്തനങ്ങൾ, ബിലീഫ്സ്, വിശ്വാസങ്ങൾ ആൻഡ് പ്രാക്ടീസസ്. അപ്പോൾ ചില ആൾക്കാർ, ഉദാഹരണം ഉദാഹരണം മുസ്ലിംസിന്റെ ഇടയിൽ പെരുന്നാളിന്റെ സമയത്ത് അവർ പ്രത്യേക രീതിയിലാണ് വലിയ പെരുന്നാൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ റിച്വൽസ് ചേർന്നതാണ്. മറ്റുള്ള ഒരു ഇതിനിപ്പോ ശബരിമലയിൽ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട, അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായ ചില കോൺസെപ്റ്റും ആശയങ്ങളും അതൊക്കെ ഉണ്ടാവും. അതിനൊരു വാല്യൂ ഉണ്ട്. അവിടെ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനൊരു വാല്യൂ ഉണ്ട്. ഇപ്പോ ഹജ്ജിന് പോയിട്ട് ഒരു കഅബ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ സഫ മർവ എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പതുക്കെ ഒന്ന് സ്പീഡിൽ നടക്കുകയും ഓടുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മുടി കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ കല്ലെടുത്ത് എറിയുന്നുണ്ട്. എന്തിനാ കല്ലെടുത്ത് എറിയുന്നത്? അപ്പൊ ശബരിമലയിൽ പോകുന്ന സമയത്ത് ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഇതുണ്ടാവും, ഓരോ സമൂഹത്തിനും ഒന്നുണ്ടാവും. ട്രൈബൽ സൊസൈറ്റി പോയി കഴിഞ്ഞാൽ അതുണ്ടാവും. അപ്പൊ അവർക്ക് അവരുടേതായ ചില എന്താ പറയുക ഇതുണ്ടാവും. അതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. System of thoughts composed of ideas, attitudes, course of action, beliefs and practice that systematic construct the subjects and the world of which they speak. അപ്പോൾ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു ലോകം, നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ലോകം, ആദിവാസികൾ ജീവിക്കുന്ന അവരുടെ ഒരു ലോകം. ഇപ്പോൾ കാളപ്പോര് പറഞ്ഞ സംഭവമുണ്ട്, അല്ലെങ്കിൽ കോഴിപ്പോര് പറഞ്ഞ പോരുണ്ട്. ചില രാജ്യങ്ങളിൽ കാണുന്നത് കോഴികളെ വെച്ചിട്ട് കൊത്തിക്കുന്നത്. പിന്നെ നമ്മളെ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ പറ്റും കാണാറുണ്ട്, എന്തൊരു പ്രത്യേക ഒരു ഉത്സവം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ നാട്ടിലും അപ്പൊ അവരുടെ ആ ഉത്സവത്തിന് അവരുടെ ചില കാഴ്ചപ്പാടുകളും ചില വിശ്വാസവും ചില ജീവിത രീതിയുമായിട്ട് വലിയൊരു കണക്ഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്.
ഓക്കെ. അപ്പോ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവര് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ഹജ്ജിലെ ഇഹ്റാം കെട്ടുക അല്ലെങ്കിൽ സഅയ് ചെയ്യുക, തവാഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ആ വാക്കിന് ആ ഒരു സംഭവത്തിന് അതിൻ്റെതായ ഒരു ചില മീനിങ്ങും ചില കോൺട്രിബ്യൂഷനും ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. നമ്മുടെ ചിന്തകള്, നമ്മുടെ ആശയങ്ങള്, നമ്മുടെ കാഴ്ചപ്പാടുകള്, നമ്മുടെ പ്രവർത്തനങ്ങള്, നമ്മുടെ വിശ്വാസങ്ങള്, ഇത് സിസ്റ്റമാറ്റിക്കലി നമ്മൾ ഓർഗനൈസ് ചെയ്താണ്, കൺസ്ട്രക്ട് ചെയ്താണ്. മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന ലോകത്തെ, അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നമ്മൾ ചെയ്യുന്ന പല പല കാര്യങ്ങളും അതിന് അതിൻ്റെതായ ചില ധർമ്മങ്ങളും ഫങ്ഷൻസും ചെയ്യാനുണ്ട് എന്നാണ്. ഉദാഹരണം, കല്യാണം നടക്കുമ്പോൾ, മുസ്ലിം കല്യാണങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ കുറെ കാര്യങ്ങൾ റിച്വൽസ് ചെയ്യുന്നുണ്ട്. അതിന് അതിൻ്റെതായ ഒരു മീനിങ് ഉണ്ട്. അവിടെ ഉരുവിടുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ തിരിച്ച് ഉദാഹരണം അങ്കഹത്തുക വസവ്വസ്തുക ബിൻതി എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അപ്പുറത്തുനിന്ന് പറയും കബിൽത്തു വറളീത്തു ബിഹ എന്ന് പറയും. ഇത് രണ്ടിനും ഒരു മീനിങ് ഉണ്ട്. ഇനി ഹിന്ദു കല്യാണമാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അവിടെ പുരോഹിതനായ ഒരാളുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും. ചില കാര്യങ്ങൾ അവിടെ പറയും, മറ്റേ ആൾ തിരിച്ചു പറയും. ആ വാക്കുകൾക്ക്, ആ പ്രവർത്തനങ്ങൾക്ക്, ആ റിച്വൽസിന് അതിൻ്റെ ഒരു മീനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ആശയങ്ങൾ, സംവിധാനങ്ങൾ, സംവേദനങ്ങൾ, സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിന് വലിയൊരു മീനിങ് ഉണ്ട്. അത് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോസ്റ്റ് മോഡേണിസത്തിൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ഡിസ്കോഴ്സ് അനാലിസം പോസ്റ്റ് മോഡേൺ ചർച്ച ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പവറും നോളേജും. അദ്ദേഹം പറയാണ്, നമ്മൾ പവർ എന്ന് പറഞ്ഞ സാധനവും നോളേജ് എന്ന സാധനവും ഇത് രണ്ടും കണക്റ്റഡ് ആണ്, പരസ്പര ബന്ധിതമാണ്. പവറും നോളേജും ഉണ്ടാകുമ്പോൾ നോളേജിനനുസരിച്ച് അധികാരങ്ങൾ കൂടുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. ആർഗ്യൂ ഡിസ്കോഴ്സ് ഈസ് എ ചാനൽ ത്രൂ വിച്ച് പവർ റിലേഷൻ ഓപ്പറേറ്റ്. പവർ ഓപ്പറേറ്റ് മേക്കിംഗ് എവറി ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് നെഗോസിയേഷൻ ഓഫ് പവർ. ഫോർ എക്സാമ്പിൾ നോളജ് റിലേറ്റഡ്. ഉദാഹരണം, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാനൊരു ഡോക്ടറെ കാണാൻ വേണ്ടി അവിടെ ചെല്ലുന്നു. ഞാനും ഡോക്ടറുമായി സംസാരിക്കുന്നു. ഞാനവിടെ ചെല്ലുന്നത് ഗുഡ് മോർണിംഗ് സാർ, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് സാർ എന്ന് പറഞ്ഞിട്ട് ചെല്ലുക. അപ്പൊ എൻ്റെ ആ വാക്കുകൾ ഒരു താഴ്ന്നതിലായിരിക്കും. കാരണം എന്താണ്, ഞാൻ ചെല്ലുന്നത് എൻ്റെ മേലുള്ള ആള്, കുറച്ച് വിവരങ്ങളുള്ള ആള്, പഠിച്ചൊരാളാണ് എന്നൊരു ധാരണയിലാണ്, അല്ലേ? അപ്പൊ സാറ് പറയുന്നതിനൊക്കെ ഭയങ്കര അംഗീകാരം കൊടുത്ത് ഞാൻ കേട്ടുവരും. അവിടെ അദ്ദേഹത്തിന്റെ നോളേജിനും അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരത്തിനും ഒരു പവർ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ഒരു താഴെ ആയിരിക്കും ഉണ്ടാകുക, അല്ലേ? ഞാൻ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് എൻ്റെ സംസാരവും എൻ്റെ പെരുമാറ്റവും, എവിടെ ചെന്നാൽ ക്ലാസ് റൂമിൽ എന്ന് കഴിഞ്ഞാൽ ക്ലാസ്സിലെ ടീച്ചറും കുട്ടികളും അവിടെയുള്ള സംഭാഷണത്തിലും ഒരു പവറും നോളേജും ഉണ്ടാകുമ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പവറും നോളജ് ഇല്ലാതെ ആകുമ്പോൾ കൺട്രോൾ കുറയും എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ പവറും നോളജ് എന്താകും, സോഷ്യൽ ചേഞ്ചിനെ സ്വാധീനിക്കുന്നു. നമ്മുടെ വാക്കുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിൽ ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ ക്ലാസ് റൂമിലേക്ക് ഒരു അധ്യാപകനായിട്ട് കയറി വരുമ്പോൾ ഗുഡ് മോർണിംഗ് എവരി വൺ സ്റ്റാൻഡ് അപ്പ് എന്ന് പറയും. എന്നാ സ്ഥാനത്ത് ഞാൻ ക്ലാസ്സിലേക്ക് ഒരു സ്റ്റുഡൻ്റ് ആയി ചെല്ലുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പതുക്കെ തന്നെ പറയുള്ളൂ. എവരി വൺ സ്റ്റാൻഡ് അപ്പ് ഒന്നും പറയില്ല, വെല്ലം പോയിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ അധ്യാപകനാണ്, മറ്റൊരു സ്ഥലത്ത് സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ നമ്മുടെ പവറും നോളജും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രയോഗങ്ങളിൽ, നമ്മുടെ ഇടപഴകളിലൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഈ പവറും നോളജും ആർ ഇന്റർ കണക്റ്റഡ്. പവർ ഉണ്ടാകുമ്പോൾ നോളജ് ഉണ്ടാകുന്നു, നോളജ് ഉണ്ടാകുമ്പോൾ പവർ ഉണ്ടാകുന്നു. ഫെമിനിസം പിന്നെ ഈ ഡിസ്കോഴ്സ് അനാലിസിൽ ചർച്ച അറിയേണ്ട മറ്റൊരു കോൺസെപ്റ്റ് ആണ്. ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, മോഡേണിസം എന്ന് പറഞ്ഞ എന്താണ്, സ്ട്രക്ചറലിസം എന്താന്ന് പറഞ്ഞു, പിന്നെ പോസ്റ്റ് മോഡേണിസം എന്താന്ന് പറഞ്ഞു, അവിടെ ഫൂക്കോയുടെ ചില കോൺസെപ്റ്റുകൾ പറഞ്ഞു. ഇനി ഫെമിനിസം ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പരമാധികാരം കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെയാണ്, ഇങ്ങനെ ഒരു ധാരണ നമുക്ക് ഉണ്ടാവും, അല്ലേ? നോക്കാം. Discourse operates by rule of exclusion and acts as a channel of example, professor and student. Rule of exclusion and act as a channel of power relations. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് കോംപ്ലക്സ് റിലേഷൻ among പവർ, ഐഡിയോളജി, ലാംഗ്വേജ് ആൻഡ് ഡിസ്കോഴ്സ്. ഈ ഫെമിനിസം ആകണമെങ്കിലും ഈ ഒരു കോൺസെപ്റ്റിലും നമ്മൾ ഡിസ്കോഴ്സ് എന്ന സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കോംപ്ലക്സ് റിലേഷൻഷിപ്പ് among പവർ, ഐഡിയോളജി, ലാംഗ്വേജ്, ഡിസ്കോഴ്സ്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപഴകലിൽ അധികാരത്തിന്, ആശയങ്ങൾക്ക്, ഭാഷയ്ക്ക് എന്ത് സ്വാധീനമുണ്ട് എന്നാണ് ചർച്ച ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഫെമിനിസം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കോൺസെപ്റ്റാണ് പെർഫോമിംഗ് ജെൻഡർ എന്ന് പറയും. ഇവർ പറയുന്നത് വെച്ചാൽ ഈ ജെൻഡർ എന്ന് പറയുന്ന സാധനം അത് പെർഫോമിംഗ് ആണ്. സെക്സ് ആണ് ബയോളജിക്കലി ഡിഫൈൻഡ്. ജെൻഡർ, ഫീമെയിൽ ജെൻഡർ,
മെസ്കുലിൻ ജെൻഡർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, ഫെമിനിൻ ജെൻഡർ, മെസ്കുലിൻ ജെൻഡർ എന്ന് പറഞ്ഞാൽ പെർഫോമിംഗ് ആണ്. അതായത് നമ്മളെ സമൂഹത്തിൽ, നമ്മൾ കേരളത്തിലാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പെണ്ണുങ്ങൾ ജീവിക്കേണ്ടത്, ഇപ്പൊ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെയാണ് മതപരമായിട്ട് പെണ്ണുങ്ങൾ ജീവിക്കേണ്ടത്, ഇത്രയേ ചെയ്യാവൂ, ഇങ്ങനെ പെരുമാറാവൂ എന്ന ഒരു ധാരണയും ഒരു സങ്കല്പമുണ്ട്. അതനുസരിച്ച് അവർ ചെയ്യുന്നുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പെർഫോമിംഗ് ആണ്. നമ്മളെ നാട്ടിൽ പെണ്ണുങ്ങളൊക്കെ അടുക്കളയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അതാണ് അന്നത്തെ. അപ്പൊ അവർ പെർഫോം ചെയ്താണ്. അപ്പൊ സമൂഹത്തിലെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന നമ്മൾ പറഞ്ഞുണ്ടാക്കിയതോ ഫോളോ ചെയ്തുണ്ടായ സാധനം. നേരെ മറിച്ചാണ് വെസ്റ്റേൺ കൺട്രിയിലുള്ളത്. അവിടെ പെണ്ണുങ്ങൾ പുറത്തു പോയി ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ വീട് ഒരു ആണിനെ പോലെ അധികാരം കൈമാറും, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് അപ്പം പെർഫോമിംഗ് ആണ്. അതായത് നമ്മുടെ സമൂഹത്തിലെ സങ്കല്പങ്ങളും കാഴ്ചപ്പാടും സിസ്റ്റവും കസ്റ്റവും അനുസരിച്ച് പെർഫോം ചെയ്തിട്ടാണ് ഈ സാധനം വരുന്നത്, ജെൻഡർ എന്നത്. അതല്ലാതെ അതെന്തല്ല, ബയോളജിക്കലി ഡിഫൈൻഡ് അല്ല, അങ്ങനെ ഒരു സംഭവം അല്ല എന്നൊക്കെ പറഞ്ഞു വരുന്നതാണ്. അപ്പോ പാട്രിയാർക്കൽ സിസ്റ്റം അനുസരിച്ച് ഈ ഫീമെയിലിന് മെയിലിന് ഇങ്ങനെ ചെയ്യുന്നു, ഫീമെയിൽ ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ പെർഫോം ചെയ്തത് കൊണ്ട് അവർ ഫെമിനിൻ അല്ലെങ്കിൽ മറ്റൊരു മെയിൽ അല്ലെ മസ്കുലിൻ എന്ന രീതിയിലേക്ക് മാറി എന്നതല്ലാതെ രണ്ടുപേർക്കും പ്രത്യേക വ്യത്യാസങ്ങളോ അധികാരങ്ങളോ ഇല്ല. പക്ഷെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് ഭാഷയിലും സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നമ്മളത് ഫോളോ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കോഴ്സ് അനാലിസിനെ വേറെ രീതിയിലേക്ക് കാണണം. ഇപ്പോൾ ഡിസ്കോഴ്സിനെ അറിയേണ്ട ചില കോൺസെപ്റ്റുകൾ, അപ്രോച്ചുകളെ മനസ്സിലാക്കി. മോഡേണിസം, സ്ട്രക്ചറലിസം, പോസ്റ്റ് മോഡേണിസം, ഫെമിനിസം എന്നുള്ളത്. ഇനി ഡിസ്കോഴ്സ് അനാലിസിലെ അതിന്റെ ചെറിയ പോയിന്റുകൾ മനസ്സിലാക്കാം. മൈക്രോ ലെവല്, മാക്രോ ലെവല്, സൈക്കോളജിക്കൽ ലെവലില്. മൈക്രോ ലെവൽ എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ ആ ഘടനയും വാക്കുകളുടെ മീനിങ് ഒക്കെ മനസ്സിലാക്കല്. മാക്രോ ലെവൽ എന്ന് പറയുമ്പോൾ ഒന്നും കൂടിയും അതിന്റെ ക്രിറ്റിക്കലി അതിന്റെ നമ്മൾ പെട്ടെന്ന് വായിച്ചാൽ കേൾക്കുന്ന അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ ഇന്നർ മീനിങ്, സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ക്രിറ്റിക്കൽ ലെവലിലേക്ക് ചിന്തിക്കുന്നതാണ് മാക്രോ ലെവൽ. എന്നാൽ ഒരു സൈക്കോളജിക്കൽ ലെവലുണ്ട്, അത് നമുക്ക് പറയാം. മൈക്രോ ലെവൽ എന്ന് പറഞ്ഞാൽ കൺവെർസേഷൻ അനാലിസിസ്. രണ്ടുപേര് സംസാരിക്കുമ്പോൾ ആ രണ്ടുപേരുടെ സംസാരത്തെ ഒന്നിങ്ങനെ നോക്കിക്കണ്ട് ആരാണ് അധികം സംസാരിക്കുന്നത്, ആരാണ് ഓർഡറുകളൊക്കെ കൊടുക്കുന്നത്, ആരാണ് ഒബേ ചെയ്യുന്നത്, ആരാണ് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ രീതി. ഇപ്പോൾ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ടീച്ചറും സ്റ്റുഡൻറ്റും ഉള്ള സംഭാഷണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓർഡറും അധികാരവും ടീച്ചറുടെ വാക്കിലും പ്രവൃത്തിയിലേക്കും ഉണ്ടാകുക. കുട്ടി കുറച്ച് താഴെ ഇരിക്കും. അതൊരു കൺവെർസേഷണൽ അനാലിസിസ് ആണ്. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ കേട്ടിരുന്ന് നമുക്ക് മനസ്സിലാക്കാം ആരെ കയ്യിലാണ് ഭരണം കിടക്കുന്നത്. ചില വീട്ടിൽ ഹെൻപെക്കഡ് ഗവൺമെന്റ് ആയിരിക്കും, ലേഡീസിനായിരിക്കും അധികാരം. അവ വാക്കും തന്നെ മനസ്സിലാവും, അവരുടെ വാക്കുകളുടെ ആ ടോണും തന്നെ മനസ്സിലാവും. അതാണ് കൺവെർസേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. വാക്കുകൾക്കിടയിൽ അവരുടെ അധികാരങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് മനസ്സിലാക്കല്. മൈക്രോ ലെവൽ അപ്രോച്ച് സ്റ്റഡീസ് ദ ഫൈൻ സ്ട്രക്ചർ ഓഫ് ദി ടോക്ക്. ഫോർ എക്സാമ്പിൾ മെക്കാനിലേക്ക് പോസസ്, ടേൺ ടേക്കിംഗ് ആൻഡ് റിപ്പയേഴ്സ്. ഇപ്പൊ സംസാരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് നിർത്തുന്നു, സൗണ്ട് കുറക്കുന്നു, കൂട്ടുന്നു, ഞാൻ കുറച്ച് പറയുന്നു, പിന്നെ മറ്റാൾ സംസാരിക്കുന്നു, മറ്റാൾക്ക് അവസരം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ വളരെ മൈന്യൂട്ട് ലെവൽ ആ സംഭാഷണത്തെ അനലൈസ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് എന്ത് പറയും, കൺവെർസേഷൻ അനാലിസിസ് എന്ന് പറയും. എന്നാൽ കുറച്ചും കൂടി ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് അത് ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ക്രിറ്റിക്കലി അതിൽ എത്രമാത്രം ഈ വാക്ക് ഉപയോഗിച്ചു, എത്രമാത്രം ആ വാക്ക് ഉപയോഗിച്ചു, അത് എന്താണ് അതിന്റെ മീനിങ് എന്നൊക്കെ രീതിയിൽ ഒന്നുകൂടി ക്രിറ്റിക്കലി അവലോകനം നടത്തിക്കണമെങ്കിൽ എന്ന് പറയും മാക്രോ ലെവൽ അനാലിസിസ് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണം, എക്സ്പ്ലിസിറ്റ് ലിങ്ക് ലാംഗ്വേജ് ടു പവർ, ഐഡിയോളജി ആൻഡ് സോഷ്യൽ ഇനീക്വാലിറ്റി. അപ്പോൾ അധികാരം, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ സാമൂഹിക അനീതി, സാമൂഹിക നീതി, ഈ രീതിയിൽ ഇപ്പോൾ സമൂഹത്തിൽ നീതി അല്ലെങ്കിൽ വിപ്ലവങ്ങൾ, ചേഞ്ചുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും വാക്കുകളൊക്കെ ഉണ്ടാകും. അപ്പൊ ഈ വാക്കുകൾ ഈ പ്രഭാഷണത്തിന് ശേഷം, ഈ ലേഖനത്തിന് ശേഷം, ഈ നോവലിന് ശേഷം, അല്ലെങ്കിൽ ഈ നോവൽ സമൂഹത്തിൽ ഇനി മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ രീതിയിൽ വിശാലമായി ചർച്ച ചെയ്യുകയാണെങ്കിൽ മാക്രോ ലെവൽ എന്ന് പറയും. ഇനി ഡിസ്കേഴ്സീവ് എന്താ പറയാ, ഡിസ്കോഴ്സ് അനാലിസിസ്, ഡിസ്കേഴ്സീവ് അത് സൈക്കോളജിക്കൽ. അങ്ങനെ പറഞ്ഞാൽ ട്രഡീഷണൽ സൈക്കോളജിക്കൽ ഫിനോമിന അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റം വരുത്തിയിട്ട് പുതിയ പുതിയ ആശയങ്ങളൊക്കെ കൊണ്ടുവരുന്ന രീതിയിലുള്ളതാണെങ്കിൽ അതിനെ ഡിസ്കേഴ്സീവ് സൈക്കോളജിക്കൽ കൺസ്ട്രക്ട് എന്ന് പറയും. ഇതുവരെ പറഞ്ഞതിന്റെ ബേസിക് കുറച്ച് കാര്യങ്ങളാണ്, പെട്ടെന്ന് മനസ്സിലാവില്ല. അതൊരു അങ്ങനെ ഒരു രസകരമായി ദഹിക്കുന്നൊരു ടോപ്പിക് അല്ല. എങ്കിലും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചൊക്കെ 6 മാർക്കിനും എസ്സേക്ക് വരാൻ സാധ്യതയുള്ളതാണ് പ്രധാനമായിട്ട് ഈ സാധനം ഇനി വരാനുള്ളത്. എങ്ങനെയാണ് ഈ ഡിസ്കോഴ്സ് എന്താ പറയുക അനാലിസിസ് നടത്തേണ്ടത്. ഒരു ലേഖനം കണ്ടാൽ
അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ, ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു റിസർച്ചിലേക്ക് പോകുമ്പോൾ, ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന റിസർച്ചുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന് തയ്യാറായി പോകേണ്ടത്. നമ്മൾ പറഞ്ഞു ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർപ്രിറ്റേറ്റീവ് ആണ്, അതായത് വ്യാഖ്യാനം. അതിനെ നമ്മൾ അതിന്റെ വാക്കുകൾക്കപ്പുറത്ത് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതിന്റെ അതിന്റെ സാഹചര്യം മനസ്സിലാക്കി അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നൊക്കെ പറഞ്ഞല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. അതായത് ജസ്റ്റ് ഇന്റർപ്രറ്റ് ചെയ്താൽ പോരാ, മറിച്ച് ഇതിനെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ 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 പോയി ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സിസ്റ്റം പറയുന്നുണ്ട്. ആ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യണം. മറ്റു റിസർച്ചുകൾ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഡിസ്കോഴ്സ് അനാലിസും പ്രത്യേക സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇവർ കാണുന്ന വെച്ചാൽ റിസർച്ചർ എന്നുള്ളത് ഒരു കേവലം വാക്കുകൾ നിരീക്ഷിക്കുന്ന ആളോ, അല്ലെങ്കിൽ കേവലം മൂവികൾ നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ ലേഖനങ്ങൾ നിരീക്ഷിക്കുക, അതിലെ ആശയങ്ങൾ കണ്ടെത്തുകയല്ല, മറിച്ച് നിരീക്ഷിച്ച് അതിലെ ആശയങ്ങൾ കണ്ടെത്തി അത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് അത് കാരണം സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും അനീതി നടക്കുന്നുണ്ടെങ്കിൽ നീതിക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്യേണ്ട അങ്ങനത്തെ ഒരാളാണ് ഈ ഡിസ്കോഴ്സ് അനാലിസിസ് നടത്തുമ്പോൾ റിസർച്ചർ എന്ന് പറയുന്നത്. അപ്പൊ റിസർച്ചർക്ക് അതിൻ്റെതായ റോൾ ഉണ്ട്, പ്രത്യേക രീതിയിൽ അദ്ദേഹം അതിനെ ഇടപെടേണ്ടതുണ്ട്, പെരുമാറേണ്ടതുണ്ട്. എന്തായിരുന്നാലും ഈ മേഖലയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ 4 സ്റ്റെപ്പുകളാണ് ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. 1, ടാർഗറ്റ് വേണം. 2, ഡാറ്റയുടെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കണം. 3, ഡാറ്റയെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി അറിയണം. 4, ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫൈൻഡിങ് സമ്മറൈസ് ചെയ്യണം. ഇതൊക്കെയാണ് അതിന്റെ സ്റ്റെപ്സുകൾ. അപ്പോൾ ഡിസ്കോഴ്സ് അനാലിസിസ് നടത്തുമ്പോൾ 4 സ്റ്റെപ്പുകളാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള സിസ്റ്റമാറ്റിക് സ്റ്റെപ്പ്. 1, ടാർഗറ്റ് ഓറിയന്റേഷൻ. ഞാൻ എന്തിനു വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഏത് സമൂഹത്തെ എന്തിനാണ് എങ്ങനെയാണ് റിസർച്ച് ചെയ്യുന്നതെന്നൊരു ഐഡിയ. Specific research question or subject analysis. Plan how data will be interpreted. Go through the 4 sequence system. This means setting a clear focus, such as defining how politicians use war, metaphor. അപ്പോൾ നമ്മളൊരു ഡിസ്കോഴ്സ് അനാലിസിസ് നടത്താൻ പോകുന്ന സമയത്ത് ഞാൻ അവിടെ എന്തിനെ കുറിച്ചാണ് ആ ഒരു പഠനം കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കൃത്യമായ ഒരു ധാരണ, ഒരു ഒബ്ജക്റ്റീവ് ആദ്യമേ സെറ്റ് ചെയ്തിരിക്കണം. അതാണ് ടാർഗറ്റ് ഉണ്ടായിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. 2, സിഗ്നിഫിക്കൻസ് ഓഫ് ഡാറ്റ. അതായത് ഞാനൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന, അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത്. അല്ലാതെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ പോരാ, മറിച്ച് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന, അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന, അതിനെ തെളിയിക്കാൻ പറ്റുന്ന ഡാറ്റകളാണ് കളക്ട് ചെയ്യേണ്ടത്. അപ്പൊ പിന്നെ അങ്ങനെ നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രയാസമല്ല. ഒരു പ്രഭാഷണം മുഴുവൻ കേട്ടിട്ട്, ഒരു ലേഖനം മുഴുവൻ വായിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മാസം മനോരമയിൽ വന്ന എഡിറ്റോറിയലുകൾ മുഴുവൻ നോക്കി, അല്ലെങ്കിൽ മാധ്യമത്തിൽ വന്ന എഡിറ്റോറിയൽ മുഴുവൻ നോക്കി, അല്ലെങ്കിൽ ഇന്ന ചാനലിൽ കഴിഞ്ഞ 6 മാസമായി നടന്ന ചർച്ചകൾ മുഴുവൻ ഞാൻ അവലോകനം നടത്തിയിട്ട് അതിൻ്റെ ഒരു സാധനം നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പറയാം. അതിന് സോഫ്റ്റ്വെയറുകളുണ്ട്, ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഗ്യാദർ റെലവെന്റ് ഇൻഫോർമേഷൻ. അപ്പോൾ എനിക്ക് വേണ്ട ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡാറ്റകൾ ഞാൻ കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പറ്റിയ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യേണ്ടി വരും, അതിന് പറ്റിയ മീഡിയകൾ, അതിന് പറ്റിയ നോവലുകൾ, അതിന് പറ്റിയ എന്താ പറയുക മൂവികൾ ഞാൻ നോക്കേണ്ടി വരും. അപ്പോൾ കെയർഫുൾ കളക്ഷൻ, ജഡ്ജിങ്. അപ്പോൾ രണ്ടാമത്തെ എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആയ ഡാറ്റകൾ കളക്ട് ചെയ്യുക. 1, ടാർഗറ്റ് സെറ്റ് ചെയ്യുക. 2, ആ ടാർഗറ്റിനെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിനോട് യോജിക്കുന്ന റെലവൻ്റ് ആയ ഡാറ്റകൾ കളക്ട് ചെയ്യുക എന്നുള്ള 2ാമത്തെ സ്റ്റെപ്പ്. 3, കളക്ട് ചെയ്ത ഡാറ്റ, സിസ്റ്റമാറ്റിക്കലി കളക്ട് ചെയ്ത ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ള, അനലൈസിങ് മീനിങ്. ആ ഡാറ്റകൾക്കിടയിൽ ആ കൊറിലേഷൻ ഉണ്ട്. നമ്മൾ ഗ്രൗണ്ടഡ് തിയറി പറഞ്ഞിരുന്നു. എന്തായിരുന്നു? അതിനെ കോഡ് ചെയ്യണം. ആ കോഡിങ്ങിന് ആക്സിയൽ കോഡിംഗ് ഉണ്ടായിരിക്കും, ക്ലസ്റ്റർ കോഡിംഗ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല. ആ കോഡിങ്ങിന് ശേഷം നമ്മൾ മീനിങ് ഓപ്പൺ കോഡിംഗ്, ആക്സിയൽ കോഡിംഗ് എന്നൊക്കെ ഇതേ രൂപത്തിൽ ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യണം. ഇത് തമ്മിൽ ബന്ധമുണ്ടോ, ഇത് തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധം എന്നൊക്കെ അനാലിസിസ് നടത്തണം. This requires the analyst to understand and grasp what is occurring in the data. Perhaps noting, speaking using passive voice. ഉദാഹരണം, ചില സംസാരങ്ങൾ ചില ആൾക്കാർ ബന്ധവും അതങ്ങനെ ഡോറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, ഡോറൊക്കെ തകർന്നിട്ടുണ്ട്, ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരും പറഞ്ഞിട്ടില്ല. കാരണം ആളെ പറയാൻ ഒന്നുകിൽ ആളറിയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണെന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഓൾ ദ ഗ്ലാസ് ആർ ബ്രോക്കൺ. അതിനർത്ഥം എന്താ, സമ്മൺ ഹാസ് ബ്രോക്കൺ. ആളറിയാം, പക്ഷെ പറയണത് മോശമല്ലേ. അപ്പൊ അങ്ങനെയുള്ള ചില യൂസേജുകൾ, ചില പ്രയോഗങ്ങൾ എന്നൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ കിട്ടാൻ പറ്റും. ഇതൊക്കെ അനലൈസ് ചെയ്യണം. അപ്പം ഏത് തരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത്, എവിടേക്കാണ് അദ്ദേഹം സ്ട്രെസ് ചെയ്തത്, ഏത് വാക്ക് എത്ര പ്രാവർത്തികം ആവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ നോക്കുന്ന ഇതൊക്കെയാണ്. അനാലിസിസ് ഓഫ് ദി ഫൈൻഡിങ്, സമ്മറൈസ്. അപ്പോൾ മീനിങ് അനലൈസ് ചെയ്തു, എന്നിട്ട് ആ മീനിങ്ങിൽ നിന്നും കുറെ കാര്യങ്ങളും മനസ്സിലാക്കി, എന്നിട്ട് നമ്മുടെ ഒരു ഫൈൻഡിങ് ഉണ്ടാകും.
ഇതിനൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ഒരു സമ്മറി ഉണ്ടാവും, ഇതിനെ ഒന്ന് പറയുന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ ചില ഇപ്പോൾ ഉദാഹരണം ഒരു വലിയൊരു ലേഖനം അല്ലെങ്കിൽ 10-20 ലേഖനങ്ങൾ മുഴുവൻ വായിച്ചെടുത്തിട്ട് അതിലെ വേർഡുകളൊക്കെ കൗണ്ട് ചെയ്യാനും അതിലതൊക്കെ മനസ്സിലാക്കാൻ പ്രയാസം സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആ സോഫ്റ്റ്വെയറിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അതിനെ സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യാം. ഇതാണ് ഡിസ്കോഴ്സ് അനാലിസിന്റെ ബേസിക് ആയ സ്റ്റെപ്പുകൾ. ഓക്കെ, ഒന്നെന്താണ് ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കുക, 2 ആ ടാർഗറ്റിന് പറ്റുന്ന സിഗ്നിഫിക്കന്റ് ഡാറ്റ കളക്ട് ചെയ്യുക, 3 ഡാറ്റകൾ തമ്മിൽ അനലൈസ് ചെയ്യുക, എന്നിട്ട് അനലൈസ് ചെയ്ത് കിട്ടിയ സാധനം നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ 4 സ്റ്റെപ്പുകൾ. ഇനി ഡിസ്കോഴ്സ് അനാലിസിന്റെ പ്രാധാന്യം എന്താണ്? ഡിസ്കോഴ്സ് അനാലിസിസ് വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ്. മാത്രമല്ല അത് എഡ്യൂക്കേഷൻ മറ്റുള്ള മേഖലകളിലൊക്കെ മീഡിയ സ്റ്റഡീസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ടെക്സ്റ്റ്, പ്രോബ്ലം, സിറ്റുവേഷൻ, പല മേഖലകളിലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, സോഷ്യൽ പ്രാക്ടീസസ് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണം, ചില വാക്കുകൾ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നിന്ന്, സാഹചര്യത്തിൽ നിന്ന്, ആ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ അവരുടെ മീനിങ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. 2, പ്രോബ്ലം റിവീൽ ചെയ്യാനും ഡീകൺസ്ട്രക്ട് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള നമ്മുടെ വ്യക്തികൾക്കിടയിലുള്ള അല്ലെങ്കിൽ കുടുംബങ്ങൾക്കിടയിലുള്ള 2 വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അല്ലെങ്കിൽ 2 നൈബേഴ്സ് തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇടയിലുള്ള പ്രശ്നം എന്താണ്, വാക്കുള്ള പ്രശ്നമാണോ, ഈഗോ ഇഷ്യൂ ആണോ, അതല്ല റിലീജിയസ് ഇഷ്യൂ ആണോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല ആ പ്രോബ്ലം കണ്ടതിന് ശേഷം അതിനെ നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അത് ശരി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇത് കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങളിങ്ങനെ ആ ചൊറീന അതിന് വർത്താനുണ്ടല്ലോ അതൊന്ന് കുറച്ചാൽ മതി എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഡീകൺസ്ട്രക്ട് ചെയ്തിട്ട് ആ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ പറ്റും. അപ്പൊ ചില സമൂഹങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചെറിയ ആശയപരമായതായിരിക്കും, വെറുതെ അതിങ്ങനെ എഴുതി ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ പ്രോബ്ലം സോൾവിങ്, ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളുടെ ആ വേരെന്താണെന്നുള്ളതും ആ വേരുകൾക്ക് പരിഹാരം എന്താണെന്ന് കണ്ടെത്താനൊക്കെ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഡിസ്കോഴ്സ് അനാലിസിസ്. ഇനി ഇങ്ങനെ ഒരു റിസർച്ച് മെത്തേഡ് അതിൽ ഇപ്പൊ എന്ന് പറഞ്ഞാല് ഞാനാണ് ഡിസ്കോഴ്സ് അനാലിസിസ് നടത്തുന്നതെങ്കിൽ അതിൽ എത്രമാത്രം റിലയബിലിറ്റി ഉണ്ട്, അതാണ് വിഷയം. റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റിയുടെ വിഷയം. ഈ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞ ഭാഷകള്, ആൾക്കാർ ഉപയോഗിക്കുന്ന വാക്കുകള്, ആൾക്കാർ ഉപയോഗിക്കുന്ന ലേഖനങ്ങളുടെ ആ ഒഴുക്ക്, ഇതിൽ നിന്നും നമുക്ക് പലതും മനസ്സിലാക്കി എടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എത്രമാത്രം റിലയബിലിറ്റി ഉണ്ട്, എത്രമാത്രം വാലിഡിറ്റി ഉണ്ട്, അത് വലിയ ചോദ്യചിഹ്നമാണ്. എങ്കിലും അതിന് അതിൻ്റെതായ ഒരു റിലയബിലിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞു തന്നത്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു റിസർച്ച് മെത്തേഡ് അല്ലെങ്കിൽ ഒരു അനാലിസിസ് മെത്തേഡ് ഉണ്ട്, അതിന് പോരായ്മകൾ ഉണ്ട് എങ്കിലും അതിന് ചിലപ്പോൾ ഇതുണ്ട്. ഒന്ന്, ശരിക്കും ഇതൊരു ഇന്റർപ്രിറ്റേറ്റീവ് മെത്തേഡ് അല്ലേ, വ്യാഖ്യാനമാണല്ലോ. ഞാൻ അതിന് ഇങ്ങനെ വ്യാഖ്യാനം കൊടുക്കണം. അപ്പൊ എന്റെ ബയാസിൽ വരില്ലേ? ആര് നടത്തുകയാണെങ്കിലും, ആര് റിസർച്ച് നടത്തുകയാണെങ്കിലും, ആര് അനാലിസിസ് നടത്തുകയാണെങ്കിലും അയാളുടെ ബയാസ് വരില്ലേ എന്നതാണ് ചോദ്യം. യെസ്, അങ്ങനെ ഒരു വാലിഡിറ്റി, അങ്ങനെ ഒരു റിലയബിലിറ്റി വാലിഡിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അവിടെ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, റിലയബിലിറ്റി വാലിഡിറ്റി വിഷയങ്ങൾ വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ ഒരു ഡിസ്കോഴ്സ് അനാലിസിസ് എങ്ങനെ നടത്തണം, ഏത് രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്ന കൃത്യമായ ഒരു ലിഖിതമായ നിയമങ്ങൾ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ ഒരു പ്രത്യേക മെത്തേഡ് ഇല്ല എന്നതുകൊണ്ട് തന്നെ ഓരോരുത്തർക്ക് തോന്നിയ രീതിയിൽ, ഉദാഹരണം വാക്കുകളെ ഞാൻ എങ്ങനെ അപഗ്രഥനം നടത്തുന്നു, നിങ്ങൾ എങ്ങനെ അപഗ്രഥനം നടത്തുന്നു, മറ്റുള്ള ആളെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു, ആ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസ് വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല എന്നത് ഇതിന്റെ ഒരു പോരായ്മയാണ്. 2, സബ്ജക്ടിവിറ്റി ആൻഡ് ബയാസ് ആണ്. അതായത് ഞാൻ ആ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നത് എൻ്റെ ഒരു ഇതുണ്ടാവും ഇല്ലേ, എൻ്റെ പ്രിജുഡി അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ ഒരു ഇവാലുവേഷൻ അത് സ്വാധീനിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ഇവാലുവേഷനും ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും ഓരോരുത്തരുടെ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു ഇതിൽ സ്വാധീനിക്കും എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു വിഷയമാണ്. അവനവന്റെ വ്യൂ പോയിന്റുകളെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാന കിടക്കുന്നത് വാക്ചാതുരി എന്നുള്ളതാണ്, റിറ്ററിക് അല്ലേ. ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് വളരെ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റും. സത്യത്തിൽ അതായിരിക്കില്ല യാഥാർത്ഥ്യം. നല്ല സംസാരിക്കാൻ വാചാലത ഉള്ളാക്ക് ചിലപ്പോൾ തെറ്റായ കാര്യവും കോടതികളിലൊക്കെ അതേ സംഭവിക്കാറില്ലേ, വക്കീലന്മാര്
തെറ്റായ കാര്യവും മറച്ചു വെച്ചിട്ട് പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് അത് സത്യത്തെ പോലെ അവതരിപ്പിക്കാൻ പറ്റും. അപ്പൊ ഡിസ്കോഴ്സ് അനാലിസിസ് നടത്തുമ്പോഴുള്ള പ്രശ്നം വെച്ചാല് വാക്ചാതുരി എന്നുള്ളത് പലപ്പോഴും നമ്മളെ തെറ്റിലേക്ക് എത്തിക്കും. അപ്പൊ അയാളുടെ വാക്കുകൾ കേട്ട് അയാളുടെ ഇമോഷൻ കണ്ടിട്ട് നമ്മൾ മനസ്സിലായത് യഥാർത്ഥ സത്യത്തിൽ എന്താണ് അയാൾ അഭിനയിക്കായിരിക്കും. അതല്ലെങ്കിൽ അതൊരു വിഷയം തന്നെയാണ്. ഹാർഡ് ഡാറ്റ ഇതിൽ വളരെ കുറവാണ്. അതുകൊണ്ട് ആർഗ്യുമെന്റിന്റെ ആ ഒരു ക്വാളിറ്റി തന്നെ ചർച്ചയ്ക്ക് വിധേയമാണ് എന്നുള്ളത്. ഇനി ഡിസ്കോഴ്സ് അനാലിസിസിലെ മറ്റൊരു ഭാഗം ക്രിറ്റിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ്. ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷയെക്കുറിച്ച്, വാക്കുകളെക്കുറിച്ച്, സംസാരത്തെക്കുറിച്ച്, നമ്മുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള ഒരു പഠനമാണല്ലോ. എന്നാൽ ക്രിറ്റിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനീതി, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില പോരായ്മകൾ, ഇതിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മോഡേണിസം എന്ന് പറഞ്ഞാൽ മോഡേണിസം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ചിന്തയായിരുന്നെങ്കിൽ പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ അധികാരങ്ങളും നോളജും, ഇവിടെയാണ് അതിന്റെ സ്വാധീനം വന്നത്. ഇതുപോലെ തന്നെ സമൂഹത്തിലുള്ള ചില കാര്യങ്ങൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് അതിന് മാറ്റങ്ങൾ വരുത്തി അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ ഇനീക്വാലിറ്റി മനസ്സിലാക്കി അതിന് വേണ്ടി ശബ്ദിക്കുക, അതിന് എഗെയിൻസ്റ്റ് ശബ്ദിക്കുക, മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയാണ് ക്രിറ്റിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ CDA എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിസ്കോഴ്സ് ബേസ്ഡ് റിസർച്ച് വിച്ച് അറോസ് പാർഷ്യലി ഡ്യൂ ടു ദി റൈസ് മീഡിയ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. നമ്മുടെ നാട്ടിൽ TV മീഡിയകൾ, സോഷ്യൽ മീഡിയകൾ, ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡുകളൊക്കെ വന്നതിന് ശേഷമാണ് ഇത് വന്നു. ഇപ്പോൾ ഉദാഹരണം വൈകുന്നേരത്തെ ചർച്ച, അന്തിച്ചർച്ചകൾ. ഇപ്പോൾ മീഡിയ വണ്ണിൽ ഒരു ഫോക്കസ് എന്ന സാധനമുണ്ട്. അവർ പ്രധാനമായിട്ട് അന്നോ അല്ലെങ്കിൽ ആ 2-3 ദിവസങ്ങളിലുള്ള ഒരു വിഷയം എടുക്കും, എന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഒരാളൊന്ന് പറയും, മറ്റാളെന്ന് പറയും, മറ്റാളെന്ന് പറയും. ഈ 4 ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ചർച്ച ചെയ്തിട്ട് അവർക്കൊരു ആശയം ഉണ്ടാവും, അതിലേക്ക് കൊണ്ടെത്തിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ആശയത്തെ അവർ എതിർക്കാൻ ആഗ്രഹിക്കും, അതിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ക്രിറ്റിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലുള്ള ഏത് വിഷയമാണെങ്കിലും ചില ചർച്ചകൾ കണ്ടില്ലേ, ഞാൻ സ്ഥിരം കാണുന്ന ആളല്ല, നമ്മളിവിടെ എനിക്ക് കഴിയുന്നില്ല, എന്നാലും ചിലപ്പോഴൊക്കെ കാണാം. അപ്പോൾ ഈ ഡിബേറ്റുകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ മീഡിയകൾ നടക്കുന്ന പല കാര്യങ്ങളും എന്താണ്, ചർച്ച ചെയ്ത് ചില സംവിധാനത്തെ താറുമാറാക്കാനും തകർക്കാനും അല്ലെങ്കിൽ ചില സംവിധാനത്തെ PR വർക്ക് ചെയ്തിട്ട് മെച്ചപ്പെടുത്താനും അതിനെ മഹത്വവൽക്കരിക്കാനും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പ്രധാന ഫോക്കസ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ക്രിറ്റിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ. ഇത് ക്രിറ്റിസൈസ് ചെയ്യുക, രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ക്രിറ്റിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അതായത് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് അധികാരങ്ങൾ നേടാൻ അല്ലെങ്കിൽ ഉള്ള അധികാരങ്ങൾ തകർത്ത് മറ്റൊരാൾക്ക് അധികാരം എത്തിക്കാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് സോഷ്യൽ പവർ അബ്യൂസ് എവിടെ നടക്കുന്നു, ഡോമിനൻസ് എവിടെ നടക്കുന്നു, ഇനീക്വാലിറ്റി എങ്ങനെയാണ് നടക്കുന്നത്, അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, പിന്നെ അതുപോലെ തന്നെ റെസിസ്റ്റ് ത്രൂ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റുകൾ, നോവലുകൾ, കഥകൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ, മൂവികൾ, ഈ മൂവികളിലുടനീളം, നോവലുകളിലുടനീളം, പ്രഭാഷണങ്ങളിലുടനീളം അധികാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുന്ന രീതിയിൽ പ്രഭാഷണങ്ങൾ നടക്കൂലേ. ഇപ്പോൾ ഉദാഹരണം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു പാർട്ടി വളരെ പോസിറ്റീവായിട്ട് ആ പാർട്ടിക്ക് അനുകൂലമായിട്ടും മറ്റേ പാർട്ടിയുടെ വളരെ മോശപ്പെട്ട കാര്യങ്ങളും പറയും. മറ്റേ പാർട്ടി വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കെതിരെ. ഇത് കേൾക്കുന്ന ഒരാൾക്ക് അനലൈസ് ചെയ്ത് കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ സമൂഹത്തിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിലൂടെ സാധിക്കുന്നതാണ് ക്രിറ്റിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ റിസർച്ച് നടത്തുന്ന ഈ ഒരു റിസർച്ചർ, ഇവർ ഈസ് നോട്ട് എ ന്യൂട്രൽ. ഇതൊക്കെ കാണുന്ന, നിരീക്ഷിക്കുന്ന, ഇപ്പോൾ ലേഖനങ്ങൾ മുഴുവൻ വായിച്ചുകൊണ്ട് ആ നിരീക്ഷണം നടത്തുന്ന ആൾ കേവലം ഒരു നിരീക്ഷകനായിരിക്കില്ല, ന്യൂട്രൽ ആയിരിക്കില്ല, മറിച്ച് അദ്ദേഹം ചേഞ്ച് മേക്കറാണ്. അതിലൂടെ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കും. അത് സമൂഹത്തിൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞു വരുന്നത്. ഹി ഈസ് നോട്ട് എ ന്യൂട്രൽ, they are actively seeking to expose injustice. സമൂഹത്തിൽ നടക്കുന്ന അനീതി പുറത്തേക്ക് കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവർ. This perspective makes the researcher and the researcher in and social change denuclearizing ideal. അപ്പോൾ ക്രിറ്റിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുള്ള ഏത് കാര്യങ്ങളെയും അനാലിസിസ് ചെയ്തിട്ട് അതിലെ പോരായ്മകളും അനീതിയും അക്രമങ്ങളും വെളിച്ചത്ത് കൊണ്ടുവന്ന് അത് കാരണം സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേവലം അപഗ്രഥനോ കേവലം ഒരു ഒബ്സർവേഷനോ അല്ല, മറിച്ച് ആ ഒബ്സർവേഷനിലൂടെ, ആ അപഗ്രഥനത്തിലൂടെ സമൂഹത്തിന് അനുഗുണമായ നന്മ വരുത്തുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ക്രിറ്റിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പൊതുവെ ഇവര് പവർ ഗ്രൂപ്പിനെയാണ്, പവർ ഇൻസ്റ്റിറ്റ്യൂഷനെ, ലീഡേഴ്സിനെ, ലോയേഴ്സിനൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജഡ്ജസ്, ജേർണലിസ്റ്റ്, പൊളിറ്റീഷ്യൻസ്, ലോയേഴ്സ്, ലീഡേഴ്സ്, ഇവരുടെയൊക്കെ റോള് ഇത്തരത്തിലായിരിക്കണം.
ഇത്തരത്തിലുള്ള ആൾക്കാരെ പഠനം നടത്തിയിട്ടാണ് നമ്മൾ ക്രിറ്റിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് നടത്തുന്നത്. ഇവിടെ ക്രിറ്റിക്സ് എന്ത് ചെയ്യുന്നു? ഡീനാച്ചുറലൈസ് ഓർ എക്സ്പോസ് ദ ടേക്കൻ ഫ്രം ദ നേച്ചർ ഓഫ് ദി ലോജിക്. അപ്പം സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, ഇന്ന് സമൂഹത്തിൽ അനീതിയായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ ക്രിറ്റിക്കലി നിരൂപണം നടത്തിയിട്ട് അതിനെ ഡീനാച്ചുറലൈസ് ചെയ്യണം. അതായത് അതൊന്നും ശരിയല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലാംഗ്വേജിനെ ഇന്റേണൽ കമ്പനി ലാംഗ്വേജിന് അപഗ്രഥനം. ഇപ്പോൾ ഉദാഹരണം ഒരു കമ്പനിയിൽ ഒരു മെമ്മോ വന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ കമ്പനിയിൽ ഡെയിലി വേജിന് നമ്മളെ ആശാ വർക്കേഴ്സിന്റെ കേസാണ് എടുക്കുക. ട്രിവാൻഡ്രത്തുണ്ടായ ആശാ വർക്കേഴ്സിന്റെ വിഷയം എന്താണ്? അവർക്ക് ഒരു 100 രൂപ കൂട്ടി കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത് അല്ലേ? അങ്ങനെയുള്ള അങ്ങനെ ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ തന്നെ ജോലി സംബന്ധമായ ചെറിയ വിഷയങ്ങൾ വന്ന സമയത്ത് ഡെയിലി വേജിന് വരുന്ന ആൾക്കാരെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു സർക്കുലർ വരുമ്പോൾ, അല്ലെങ്കിൽ മാനേജ്മെന്റ് അവർക്ക് അനുഗുണമായിട്ട് അവർക്ക് ഗുണകരമായ ഒരു സർക്കുലർ വെക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചെന്ന് അറിയില്ല, കമ്പനിയുടെ പോളിസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അത് ചിലവർക്ക് നെഗറ്റീവ് ആകാം, ചിലവർക്ക് പോസിറ്റീവ് ആകാം. എങ്കിലും ആ വാക്ക് കൊണ്ട് അവർ എന്താണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ രീതിയിൽ ആ വാക്കുകളെ, ആ പ്രയോഗങ്ങളെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ക്രിറ്റിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു കത്ത് വന്നാൽ, ഒരു വാദം വന്നാൽ, ആ വാദം നമ്മൾ അതിന്റെ പ്രതിവാദവുമായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ പോകണമെങ്കിൽ ഇത് വായിക്കും. ഇത് വായിച്ചിട്ട് ഇതിലെ ഓരോ വാക്കുകളെയും അതിന്റെ സന്ദർഭം സാർ അതിനെ എങ്ങനെ മറുപടി പറയണമെന്ന് നമുക്ക് ശരിക്കും ആലോചിച്ചിട്ട് നമ്മൾ മറുപടി ഇല്ല. ഇങ്ങനെ നിരൂപണം നടത്തുന്നതാണ്. അപ്പോൾ ക്രിറ്റിക്കൽ അനാലിസിസ്, ഡിസ്കോഴ്സ് അനാലിസിസ് കഴിഞ്ഞു, ക്രിറ്റിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് കഴിഞ്ഞു. ഇനി കണ്ടന്റ് അനാലിസിസ്. കണ്ടന്റ് അനാലിസിസ് വളരെ സിമ്പിൾ. ഡിസ്കോഴ്സ് അനാലിസിസ് പറഞ്ഞാൽ എന്താണ്? വാക്കുകൾ, ഭാഷയെക്കുറിച്ച്, ഭാഷയുടെ ഉള്ളിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എന്ത് ആശയമാണ് അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതൊരു എന്താ പറയുക, ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ്. എന്നാൽ കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചാണ്. അതായത് നമ്മളൊരു 10 ലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വിഷയം നമ്മുടെ നാട്ടിൽ ഇപ്പൊ NEP എന്നെടുക്കുക, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട്, അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കുറേ ലേഖനങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഈ NEPയെ അനുകൂലിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ലേഖനങ്ങൾ ഇങ്ങനെ വായിക്കും. അപ്പൊ എനിക്കിത് കുറേ കണ്ടന്റുകൾ കിട്ടും. എത്രമാത്രം ഏരിയകളിൽ അതിന് പോസിറ്റീവായിട്ട് വളരെ ശാസ്ത്രീയമാണ്, വേണ്ടതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന പല ആശയങ്ങളുണ്ടോ, ഇതൊക്കെ എണ്ണിയിട്ട് ഞാൻ അങ്ങനെ. അപ്പോൾ കണ്ടന്റ് 1, 2, 3, 4, 5, 6. അപ്പൊ എനിക്ക് പോസിറ്റീവായി കിട്ടുന്ന പോയിന്റുകളൊക്കെ ഞാൻ എണ്ണി വെക്കും. ചില വാക്കുകൾ, ചില പ്രയോഗങ്ങൾ, ചില ആശയങ്ങൾ, ഇതൊക്കെ എനിക്ക് ആവശ്യമുണ്ടാവും. നേരെ മറിച്ച് ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പഠനം നടത്തുന്ന ആളെ വിചാരിക്കുക. NEP പാടില്ല, NEP നമ്മളെ സിസ്റ്റം നമ്മുടെ എങ്ങനെയൊക്കെ തകർക്കുന്നതാണ്, ഞാൻ ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിൽ ചില വാക്കുകൾ എനിക്ക് വളരെ പ്രധാനമായിരിക്കും. അതിന് അങ്ങനെ വാക്കുകൾ, ആ പ്രയോഗങ്ങൾ എന്ത് ചെയ്യും? സെക്യുലറിസത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ എന്താ പറയുക, റൈറ്റിനെ അത് ചലഞ്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിന് കിട്ടുന്ന ചില കാര്യങ്ങളെ നോക്കിയെടുക്കും. അപ്പോൾ നമ്മൾ ഏതിനെ കുറിച്ചാണോ പഠനം നടത്തുന്നത് അതിലെ കണ്ടന്റുകൾ, അപ്പോൾ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് പോയിന്റ് ബേസിൽ സാധനങ്ങൾ അപഗ്രഥനം നടത്തുന്ന, ആശയങ്ങളെക്കാൾ ഉപരി അതിൽ പറയുന്ന ആശയങ്ങളെ സൂചിപ്പിക്കുന്ന ചില വാക്കുകൾ, പ്രയോഗങ്ങൾ, അതിനെ അപഗ്രഥനം നടത്തുന്നതാണ് കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞത്. ഉദാഹരണം, നമ്മളൊരു സ്പീച്ച്, ഒരു പ്രസംഗ മത്സരം നടക്കുന്നത് ജഡ്ജസ് ആണ് എങ്കിൽ നമുക്ക് അതിന്റെ ജഡ്ജ് ചെയ്യാനുള്ള ഇത് തന്നിട്ടുണ്ടാവും. അദ്ദേഹം ആ വിഷയത്തോട് എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട്, അതായത് ആ വിഷയ സംബന്ധിയായിട്ട് എത്രമാത്രം പോയിന്റുകൾ പറയുന്നുണ്ട്, അനുകൂലിച്ചോ പ്രതികൂലിച്ചോ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് തുടക്കം മുതൽ അവസാനം വരെയുള്ള ആ പ്രഭാഷണത്തിനിടയിൽ എത്ര പോയിന്റുകൾ, എത്ര എന്താ പറയുക കോട്ടുകൾ, എത്ര സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീറ്റെയിലുകൾ, ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നതാണ്. അപ്പൊ ആ പ്രഭാഷണം ആദ്യം മുതൽ അവസാനം വരെ കേട്ടിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യും. ഈ പോയിന്റ് പറഞ്ഞു, ഈ പോയിന്റ് പറഞ്ഞു, ഈ പോയിന്റ് പറഞ്ഞു, ഈ വാക്കുകൾ അങ്ങനെയാണ് നമ്മൾ മാർക്കിട്ട് കൊടുക്കുക. അപ്പൊ ഇതിൽ അന്യ വിക്ഷേപങ്ങള്, വാക്കുകള്, പ്രയോഗങ്ങള്, കവിതകൾ വന്നിട്ടുണ്ടോ, കൊട്ടേഷൻസ് വന്നിട്ടുണ്ടോ, അപ്പോൾ അതിന് കംപ്ലീറ്റ് അപഗ്രഥനം നടത്തും. അപ്പോൾ ഇതുപോലെ നമ്മൾ സംഭാഷണങ്ങള്, ലേഖനങ്ങള്, നോവലുകള്, കവിതകള്, അല്ലെങ്കിൽ നാടകങ്ങള്, മൂവികള്, സീരിയലുകൾ, ഇതിലൊക്കെ കണ്ടന്റിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് കണ്ടന്റ് അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുമ്പോൾ അതൊരു ക്വാളിറ്റേറ്റീവ് ആണ്. കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ആണ്. കാരണം എന്താ, ഇത് ക്വാണ്ടിഫൈ ചെയ്യാം. ഇത്ര വാക്കുകൾ, ഇത്ര കാര്യങ്ങൾ, ഇത്ര പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞു, ഇത്ര നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ ഇതിന് എഗൻസ്റ്റ് ആയിരുന്നു, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും.
റിസർച്ച് ടെക്നിക്ക് ഫോർ ഒബ്ജക്റ്റീവ്, സിസ്റ്റമാറ്റിക് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മാനിഫെസ്റ്റ് ഓഫ് കണ്ടന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. നമ്മൾ പറയുന്ന കമ്മ്യൂണിക്കേഷന്റെ അതിന്റെ ആശയം സൂചിപ്പിക്കുന്ന എത്രമാത്രം കാര്യങ്ങളുണ്ട് ആണ്. ക്വാളിറ്റേറ്റീവ് ഇന്റർപ്രിറ്റേഷൻ ആണ് ഡിസ്കോഴ്സ് അനാലിസിസ്, ബട്ട് കണ്ടന്റ് അനാലിസിസ് ഇസ് ക്വാണ്ടിറ്റേറ്റീവ്, അഥവാ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ആണ് എന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഡിസൈൻ ടു ഇവാലുവേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ടെക്സ്റ്റ് മോർ ഒബ്ജക്റ്റീവ്ലി, ഫോക്കസിങ് ഓൺ ദ മാനിഫെസ്റ്റ് കണ്ടന്റ്. ആ കണ്ടന്റിൽ എന്താണ് പറഞ്ഞു വരുന്നത്, ആ ഒരു പ്രഭാഷണത്തിലുടനീളം അരമണിക്കൂർ സംസാരിച്ചതിൽ എന്ത് കണ്ടന്റ് ആണ്, എന്ത് പോയിന്റ് ആണ്, എന്ത് ആശയമാണ്, ആ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര പോസിറ്റീവ് വാക്കുകൾ, എത്ര നെഗറ്റീവ് വാക്കുകൾ, എത്ര ഇത് അങ്ങനെ ഓരോന്നിനെ അപഗ്രഥിക്കുന്നതാണ് കണ്ടന്റ് അനാലിസിസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആയതുകൊണ്ട് തന്നെ പ്രോസസ് ഇൻവോൾവ് സെലക്ടിങ് കണ്ടന്റ്, പ്രിപ്പയറിംഗ് ഇറ്റ് ഫോർ കോഡിങ്. അപ്പൊ കണ്ടന്റിന് എന്ത് ചെയ്യും, ആകെയുള്ള പോയിന്റുകൾ ഇങ്ങനെ എന്നിട്ട് കോഡ് ചെയ്യും. ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കോഡ് ചെയ്തിട്ട് ആ കോഡിന്റെ കീഴിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ഓപ്പൺ കോഡിങ്ങും ആക്ച്വൽ കോഡിങ്ങും ഒക്കെ നടത്തിയിട്ട് കോഡ് ചെയ്യും. ആൻഡ് വൈയിങ് ദ കോഡഡ് എലമെന്റ്സ് ടു ഡ്രോ കൺക്ലൂഷൻ. അങ്ങനെ ആ ഒരു പോയിന്റ്, ഈ പോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര കാര്യങ്ങൾ പറഞ്ഞു, ഈ പോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര കാര്യങ്ങൾ പറഞ്ഞു, ഈ പോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര കാര്യങ്ങൾ പറഞ്ഞു, ടോട്ടൽ എത്ര പോയിന്റുകൾ പറഞ്ഞു, എത്ര ആശയങ്ങൾ അദ്ദേഹം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നൊക്കെ വിലയിരുത്തുന്നതാണ് ഈ കണ്ടന്റ് അനാലിസിസ്. ഉദാഹരണം മീഡിയ കണ്ടന്റ്. ഇപ്പോ മീഡിയ ചാനലുകളിൽ വരുന്ന കാര്യങ്ങൾ, ചർച്ചകൾ, അതുപോലെ തന്നെ പത്രം, ഓഡിയൻസ് കണ്ടന്റ്, മീഡിയയിലൂടെ കിട്ടുന്നതാണ് ഇപ്പൊ നമുക്ക് പത്രങ്ങളിലൂടെ കാണുന്നത്, വീഡിയോയിലൂടെ കിട്ടുന്നൊക്കെ. എന്നാൽ ഓഡിയോ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ, ഒരു ചാനൽ ചർച്ചയിൽ നമ്മൾ ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ഇന്റർവ്യൂയിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ, അതുപോലെ ക്വസ്റ്റ്യനർ, ലെറ്റേഴ്സ്, ഇതൊക്കെ. ഈ കണ്ടന്റ് അനാലിസിസിന്റെ പ്രാധാന്യം എന്താണ്? കണ്ടന്റ് അനാലിസിസ് വൈൽഡ്ലി യൂസ് ഇൻ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ്. മീഡിയയിലും കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസിലും കണ്ടന്റ് അനാലിസിസ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം, നമ്മൾ ചില വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ അട്രാക്റ്റീവായി തോന്നിക്കഴിഞ്ഞാൽ 4-5 ദിവസം അത് സ്ഥിരമായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ചാനൽ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ വല്ല റിവ്യൂകളും വരുമ്പോൾ നമ്മളതിന് പോസിറ്റീവ് റിവ്യൂകൾ വരും. അപ്പൊ ചില ഓൺലൈൻ മീഡിയകൾ എന്ത് ചെയ്യും, അവരുടെ റിവ്യൂകൾ, ഫീഡ്ബാക്കുകളൊക്കെ നോക്കും. എത്രമാത്രം പോസിറ്റീവ് റെസ്പോൺസുകൾ വന്നിട്ടുണ്ട്, എത്രമാത്രം നെഗറ്റീവ് റെസ്പോൺസുകൾ ഉണ്ട്. ചില റിവ്യൂ അവരുടെയൊക്കെ ഫീഡ്ബാക്ക് ശരിക്കും അവർ വായിക്കും. കാരണം ആ ഫീഡ്ബാക്കിൽ വരുന്ന കമന്റുകൾ പോസിറ്റീവ് ആണെങ്കിൽ അതിനനുസരിച്ച് പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ അവർക്ക് അതിന് റീച്ച് കൂടുകയും ചെയ്യും. ഇതൊക്കെയല്ലേ ശ്രദ്ധിക്കുന്നു. മേക്ക് ദ ഹൈലി യൂസ്ഫുൾ ഫോർ ആപ്ലിക്കേഷൻ ഇൻവോൾവിംഗ് ലാർജ് ഡാറ്റ ഷീറ്റ്, എസ്പെഷ്യലി ഇൻ മീഡിയയിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അർത്ഥം. കോസ് ആൻഡ് എഫക്ട് ലിങ്കിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾ അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കണ്ടന്റ് അനാലിസിസ് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം പ്രോഗ്രാം കണ്ടന്റ് എഫക്ട്സ്. ഇപ്പൊ ഉദാഹരണം നമ്മൾ പ്രോഗ്രാം നടത്തി, ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ ഈ കോഴ്സ് തന്നെ നമ്മളിപ്പോൾ MAPCയുടെ കോഴ്സ് നടത്തി. ഞങ്ങളിപ്പോ 6 പേപ്പറുകൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ ക്ലാസ്സിന് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങക്കൊരു ഇവാലുവേഷൻ നടത്താം, കണ്ടന്റ് അനാലിസിസ്. ഈ വിഷയവുമായിട്ട് എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട് അധ്യാപകർ, ഞങ്ങൾ കൊടുത്ത കാശിന് അഗേൻസ്റ്റ് എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് പാസ്സാകാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ, ഞങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു അനാലിസിസ് നടത്താം. ചില ആൾ കുറേ പറയുന്നുണ്ടോ, എന്നെ പോലെ ഒന്നും ചിലപ്പോൾ തിരിഞ്ഞോളന്നില്ല. അപ്പൊ കണ്ടന്റ് അനാലിസിസ് നിങ്ങൾക്ക് പറയാം, കുറെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് കിട്ടേണ്ടതൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞോ. ബൈ സിസ്റ്റമാറ്റിക്കലി കൗണ്ടിങ് കണ്ടന്റ് ഫീച്ചേഴ്സ്, റിസർച്ചർ ക്യാൻ മേക്ക് ഇൻഫറൻസസ് അബൌട്ട് ദി കോസസ്, എസ്റ്റാബ്ലിഷ് ലിങ്ക് ബിറ്റ്വീൻ മീഡിയ പ്രോഗ്രാംസ് ആൻഡ് ഓഡിയൻസ്. അപ്പോൾ റിസർച്ച് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോഗ്രാം, ഉദാഹരണം ഒരു മനോരമ അല്ലെങ്കിൽ വേറെ ചാനലുകൾ, ഏതെങ്കിലും ചാനലിൽ വരുന്ന ആ ഒരു പ്രോഗ്രാമിനെ സ്ഥിരമായി നിരീക്ഷിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് കുറേ കാര്യങ്ങൾ കിട്ടും. അങ്ങനെയുള്ള 100 ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂയുടെ ഔട്ട്പുട്ട് വെച്ചുകൊണ്ട് എനിക്ക് ആ ചാനൽ, ആ പ്രോഗ്രാം നടത്തുന്ന ആളോട് പറയാം ആൾക്കാരുടെ ഫീഡ്ബാക്ക് ഇതൊക്കെയാണ്, അതിനനുസരിച്ച് ഇങ്ങനെ മാറ്റം വരുത്താൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത് എന്തിനുപയോഗിക്കാം, മീഡിയ ഇംപ്രൂവ്മെന്റ് ആൻഡ് എഫിഷ്യൻസി അവയർനെസ്സിന്, മീഡിയയിലെ പ്രവർത്തനങ്ങൾ, അവരുടെ ചാനലിൽ നടക്കുന്ന പരിപാടികളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാം. ചില കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് തീരെ താല്പര്യമില്ല, അല്ലെങ്കിൽ അതിന് വലിയൊരു കാര്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് വേറെ പരിപാടി തുടങ്ങാം. എക്സാമ്പിൾ പറയട്ടോ. പിന്നെ സമൂഹത്തിന്റെ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് കണ്ടന്റ് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ. ഡിക്ഷണറി ഓഫ് ദ സ്ട്രക്ചർ. അപ്പോൾ ആൾക്കാർ എത്രമാത്രം അതിനോട് താല്പര്യം കാണിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ട്രെൻഡിനോടാണ്. ഒരു 5-6 വർഷം മുമ്പ്, 4-5 വർഷം മുമ്പ് ഉണ്ടായിരുന്നു ക്രൈം എന്ന് പറഞ്ഞ സാധനമൊക്കെ അല്ലേ, അങ്ങനെ വെറും ഈ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ മാത്രം എടുത്ത് കാണിക്കുന്ന ഒരു സമയം 8 മണി 9 മണിയൊക്കെ. ഇപ്പൊ ഞാൻ വീഡിയോ TV കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല.
അങ്ങനെയുള്ള സാധനങ്ങൾ സ്ഥിരമായി കണ്ടു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? ഇതൊരു 15-16 വയസ്സുള്ള ഒരു കുട്ടി സ്ഥിരമായി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കാര്യം, ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്, ഇതൊക്കെ നോർമലാണ്. പിന്നെ അവൻ അതൊരു സിമ്പിളായി തോന്നും അല്ലേ? ഒരു എക്സാമ്പിൾ പറയും. അപ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ ഉപയോഗിക്കാം, മീഡിയ ഇംപ്രൂവ്മെന്റിന് ഉപയോഗിക്കാം, ഡിറ്റക്ഷൻ ഓഫ് സമൂഹത്തിലെ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കാം, പിന്നെ സമ്മറൈസേഷൻ്റെ അവയർനെസ്, ഇങ്ങനെ കണ്ടന്റ് അനാലിസിസ് നടത്തിയിട്ട് ജനങ്ങൾക്ക് ആ ബോധവൽക്കരണം നടത്താനും ഗവൺമെന്റിന്റെ പോളിസി ഡെവലപ്മെന്റിലും അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുള്ളൂ. ഇതൊക്കെയാണ് നമുക്ക് ഈ വിഷയത്തിൽ പഠിക്കാനുള്ളത്. ഇതിൽ കാര്യമായൊന്നും പഠിക്കാനില്ല, എന്നാൽ അതേസമയം നമുക്ക് ചില പോയിന്റുകൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ എന്താ പറയുക സ്റ്റെപ്സുകൾ, ഈ സ്റ്റെപ്സ് വളരെ പ്രധാനമാണ്, പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഓക്കെ സർ, താങ്ക് യു. സിക്സ്ത് പേപ്പർ നമുക്ക് എന്ന് തുടങ്ങും? കേട്ടില്ല, എന്താ പറഞ്ഞു മനസ്സിലായില്ല. സിക്സ്ത് പേപ്പർ എനിക്ക് തോന്നുന്നു